ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 11 ഏറ്റവും അവസാനത്തെ യൂണിറ്റായ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പക്ഷെ ഇവിടെ കാണാൻ പോകുന്ന റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. നിങ്ങൾ പേര് കേൾക്കുമ്പോൾ ഏകദേശം എന്താ പറയുക സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ എന്താണ് കുറേ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ കുറേ എൻട്രീസ് ഒക്കെ നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തോന്നും. പക്ഷെ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കാരണം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ, അതായത് ഒരു പ്രിഫറൻഷ്യൽ ഓണേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ കമ്പനി റെഡീം ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു ഔട്ട്സൈഡ് പാർട്ടിയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരിക്കലും കമ്പനിയുടെ ഓണേഴ്സ് അല്ല. അവരെന്താണ് കമ്പനി അവിടെ നിന്ന് ലോൺ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ലോങ് ടേം ലയബിലിറ്റി എന്ന പേരിൽ പൈസ വാങ്ങിച്ചേക്കുന്ന അവർക്ക് റെഡീം ചെയ്യുന്നതാണ്. ആ ഒരു ഇൻസ്ട്രുമെന്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ തിരിച്ചു വാങ്ങുന്നതാണ്. ഓക്കെ, അതിനെന്താണ് അതിന് കുറച്ച് എന്താ പറയുക ചേഞ്ചസ് എന്താ പറയുക റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു യൂണിറ്റിലുണ്ട്. നമുക്ക് അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് നമുക്ക് എങ്ങനെ നമ്മൾ പ്രിഫറൻസ് ഷെയർസിൽ എന്താണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ് കണ്ടു അല്ലെ. ഇഷ്യൂ ഓഫ് ഷെയർസ് വഴിയും അതുപോലെ തന്നെ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് വഴിയും എന്താണ് റിഡംഷനെ പറ്റി കണ്ടു. ഇവിടെ ഇവിടെ മെത്തേഡ് ഓഫ് റിഡംഷൻ ഉദ്ദേശിക്കുന്നത് 4 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്താണ് ബൈ പേയ്മെന്റ് ഇൻ ലംസം, ഫുൾ എമൗണ്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെന്താണ് ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. മൂന്നാമത്തെ എന്താണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഈ ഡിബഞ്ചേഴ്സ് ഒക്കെ ഷെയർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് അവിടെ കുറഞ്ഞ വിലയ്ക്ക് വരുമ്പോൾ കമ്പനി പയ്യെ എന്താ പറയുക ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഷെയർസിലേക്കുള്ള കൺവേർഷൻ, അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഓപ്ഷൻ എന്താ പറയുക ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതായത് ഇതിന്റെ ടൈം കഴിയുമ്പോൾ വേണമെങ്കിൽ എന്താണ് ഈ ഡിബഞ്ചേഴ്സ് ഷെയർസ് ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ഒക്കെ ആയിട്ട് എന്താ പറയുക വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതും എന്താണ് ഡിബഞ്ചേഴ്സിന്റെ എന്താ പറയുക റിഡംഷൻ പോലെ തന്നെയാണ് അല്ലേ. അതാണ് നമ്മുടെ ഇവിടുത്തെ 4ാമത്തെ മെത്തേഡായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂവിനെ പറ്റിയൊക്കെ ഗവേൺ ചെയ്യുന്നത് 3 സെക്ഷൻസ് ആണ്. സെക്ഷൻ 71(1), 71(2) ആൻഡ് 71(4). ഓക്കെ, ഈ 3 സെക്ഷൻസിലെ കുറച്ച് പ്രൊവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സെക്ഷൻ 71(1)ൽ പറയുന്നത് എന്താണ് എ കമ്പനി മേ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് വിത്ത് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് സച്ച് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ് എയ്തർ വോൾലി ഓർ പാർട്ട്ലി അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. അതായത് എന്താണ് കമ്പനിക്ക് എന്താണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അത് തന്നെ ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ എന്താണ് ആ ഷെയർസിനെ ആ ഡിബഞ്ചേഴ്സിനെ ഒന്നല്ലെങ്കിൽ മൊത്തത്തിൽ എന്താ പറയുക ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പാർട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഒരു 100 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മൾ അതിൽ എന്താണ് 20 ഷെയർസ് ആണ് എന്താ പറയുക നമുക്ക് 20 ഡിബഞ്ചേഴ്സ് ആണ് 100 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന വിചാരിച്ചു. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ക്ലോസ് കൊടുക്കാം. അതായത് അതിൽ 20 ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ ഇവർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ഡിബഞ്ചേഴ്സിന്റെ ലൈഫ് കഴിയുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. അതാണ് വോളി ഓർ പാർട്ട്ലി എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 71 സബ്സെക്ഷൻ 2 പറയുന്നത് എന്താണ് കമ്പനി ക്യാൻ നോട്ട് ഇഷ്യൂ എനി ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാരി എനി വോട്ടിംഗ് റൈറ്റ്സ്. നമ്മൾ പറഞ്ഞ എന്താണ് ഷെയർസ് കൺവേർട്ട് ചെയ്യാൻ ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്ത് ഷെയർസ് ആക്കാനുള്ള എന്താ പറയുക റൈറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നമ്മൾ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യണ ആർക്കാണ് ഔട്ട്സൈഡ് പാർട്ടീസിനാണ്, ക്രെഡിറ്റേഴ്സ് പോലുള്ളവർക്കാണ്. അപ്പോൾ അവർക്ക് പക്ഷെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. നമ്മളെന്താണ് ഡിബഞ്ചേഴ്സിന് പകരം അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ നമ്മുടെ കമ്പനി ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അവർക്ക് നമ്മളൊരു വോട്ടിംഗ് റൈറ്റ് കൊടുക്കുന്നില്ല. കമ്പനിയിൽ മീറ്റിങ്ങിന്റെ ഇടയിലോ ജനറൽ മീറ്റിങ്ങിന്റെ ഇടയിലോ ഒന്നും അവർക്ക് എന്താ പറയുക അവരുടെ കാര്യങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അധികാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഡിബഞ്ചേഴ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാനും പറ്റില്ല. പിന്നെ അടുത്ത സെക്ഷനിൽ പറയുന്നതാണ് വേർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി, ദ കമ്പനി ഷുഡ് ക്രിയേറ്റ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്.
ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രിഫറൻസ് ഷെയർസിനേക്കാളും കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ഉണ്ടെന്ന്. അതിലെ മെയിൻ കാര്യമാണ് ഇത്. അതായത് പ്രിഫറൻസ് ഷെയർസിൽ എന്താണ് നമുക്ക് വേറെ റിസർവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എപ്പോൾ അത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അത് നമ്മൾ എന്താ പറയുക, നമ്മൾ റെഡീം ചെയ്യണ സമയത്ത് എന്താണ് നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു നോമിനൽ, അതായത് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫേസ് വാല്യൂ ഉള്ള എമൗണ്ട് നമ്മൾ എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഇതൊരു ഡിബഞ്ചറാണ്, ഔട്ട്സൈഡ് ലയബിലിറ്റി ആണ്. ഇവർക്ക് ഡിഫോൾട്ട് വരുത്താന്ന് പറഞ്ഞത് വരുത്താൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് എന്താണ് റിസ്ക് എടുക്കാൻ എന്താണ് കമ്പനി ആക്ട് നമ്മളെ എന്താണ് കമ്പനീനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ കമ്പനീസ് ആക്ട് പറയുന്നത് ഇതാണ്, അതായത് നിങ്ങൾ എന്താണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണ സമയത്ത്, ഓക്കെ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യണ സമയത്താണ് അത് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, നിങ്ങൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണ സമയത്ത് തന്നെ എന്താ പറയുക, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു റിസർവ് അക്കൗണ്ടിലേക്ക് എന്താണ് പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം, യൂഷ്വലി 10% ആണ്. അപ്പൊ ആ 10% ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് എന്താ പറയുക ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നിങ്ങൾ മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ മാറ്റി വയ്ക്കുന്ന ഒരു പ്രോഫിറ്റിന്റെ എമൗണ്ടില്ല, ആ എമൗണ്ട് അതായത് എന്താണ് നിങ്ങൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. അതെന്താണ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടേണ്ട പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങൾ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ടത്. സോ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതായത് അവർക്ക് കൊടുക്കാൻ വയ്ക്കുന്ന ആ ഡിവിഡൻഡ് എമൗണ്ട്, അതെന്ത് ചെയ്യണം, അത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും ഒരു അസറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒക്കെ FD ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആ എമൗണ്ട് ഇടുകയും വേണം. ഓക്കെ, പക്ഷെ അതിന് റേറ്റ് വ്യത്യാസമുണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 10% ആണെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് 15% എന്താ പറയുക നമ്മൾ അതായത് ഡിബഞ്ചർ നമ്മൾ എന്താണ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ വാല്യൂവിന്റെ 10% റിസർവ് ആയിട്ടും 15% ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും നമ്മൾ മാറ്റണം. ഓക്കെ, പിന്നെ കുറച്ച് ബേസിക് പ്രൊവിഷൻസ് ആണ് പറയുന്നത്. നമ്മുടെ അടുത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് വേറൊന്നല്ല, അതായത് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമല്ലോ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഉറപ്പിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ അസറ്റ് അതായത് സ്പെസിഫിക് ചാർജസ് കൊടുക്കും. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ എന്താ പറയുക ഡിഫോൾട്ട് വരിക, കമ്പനിക്ക് ഇത് റീപേ ചെയ്യാൻ പറ്റാതിരിക്കുക ചെയ്താൽ കമ്പനിയുടെ ഇന്ന മെഷീൻ ഇവരുടെ ഈ ഒരു ഡിബഞ്ചേഴ്സിന് ഒരു ഷ്യൂരിറ്റി പോലെ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ചാർജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻ കേസ് ഡിഫോൾട്ട് വന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആ മെഷീനറി അല്ലെങ്കിൽ ആ പ്ലാന്റ് എടുത്തുകൊണ്ട് പോയി വിറ്റ് അവരുടെ എന്താ പറയുക ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി അവർക്ക് തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജ് വാലിഡ് ആയിരിക്കില്ല അൺലെസ് രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. അതായത് കമ്പനിക്ക് നിങ്ങൾ ലോയിൽ പഠിക്കും അതായത് എന്താണ് എല്ലാ കമ്പനി എന്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആ രജിസ്ട്രാർ ഓഫ് കമ്പനികളിൽ ഈ ചാർജ് നമ്മൾ എന്താ പറയുക ഒരു ഫോം വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാർജിന് വാലിഡിറ്റി ഉള്ളൂ. അല്ലാതെ ചുമ്മാ എന്താണ് നമ്മൾ വാക്കാലോ അല്ലെങ്കിൽ ചുമ്മാ പറയുകയാണെങ്കിൽ എന്താ പറയുക ആ ചാർജ് വാലിഡ് ആയിരിക്കില്ല. പകരം എന്താണ് രജിസ്ട്രാറിൻ്റെ കയ്യിൽ രജിസ്റ്റർ ചെയ്തിട്ട് പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താ പറയുക ഒരു ബോണ്ടിൽ പുള്ളിയുടെ ഈ ചാർജ് പ്രിന്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറയുക ഇത് വാലിഡ് ആയിട്ട് വരികയുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് ഒരു ട്രസ്റ്റ്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതും ഡിബഞ്ചർ ഹോൾഡേഴ്സ് തമ്മിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് അടുത്ത് പറയുന്നത്. അത് ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ എന്താണ് ഡിബഞ്ചേഴ്സിന്റെ റിഡംഷൻ, എപ്പോഴൊക്കെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നതിനാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് ഡിബഞ്ചറിന്റെ എന്താ പറയുക ഇൻസ്ട്രുമെന്റിൽ ഓൾറെഡി എന്താണ് ഒരു പ്രീ സ്പെസിഫൈ ചെയ്തിട്ട് എന്താണ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാം. പിന്നെന്താണ് പറയുന്നത് എനി ടൈം ആഫ്റ്റർ എ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് ഒരു സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും. ഓക്കെ, ലെറ്റ്സ് ഇപ്പം എന്താണ് 5 ഇയേഴ്സ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഡീം ചെയ്യാം. ചിലപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞ് അപ്പം തന്നെ റെഡീം ചെയ്യണമെന്നില്ല, ചിലപ്പോൾ കമ്പനിയുടെ പൈസ ഉണ്ടാവില്ല. അപ്പം എന്താണ്
ഒരു ചിലപ്പോൾ 6 ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. ആ സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റിഡംഷൻ വരുന്നത്. പിന്നെന്താണ് ഓൺ എ സ്പെസിഫിക് നോട്ടീസ്, അതായത് നമ്മൾ എന്താണ് കമ്പനിയിൽ ഇപ്പോൾ ഫണ്ട് ഉണ്ട്, അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് നോട്ടീസ് കൊടുക്കുകയാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്, നമ്മളെന്താണ് അവിടെ ഡിബെഞ്ചേഴ്സ് റെഡീം ചെയ്യുക എന്നുള്ള രീതിയിൽ. പിന്നെന്താണ് ബൈ ആനുവൽ ഡ്രോയിങ്, അതായത് എന്താ പറയുക ഇയർലി ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് നമ്മൾ റീപേ ചെയ്ത് എന്താ പറയുക അതിൻ്റെ ഡിബെഞ്ചേഴ്സിൻ്റെ റിഡംഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതൊന്നും അത്ര റിലവൻ്റ് അല്ല, ആസ് എ തിയറി പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞാൽ ഡിബെഞ്ചർ റിഡംഷൻ റിസർവിനെ പറ്റിയാണ് പറയുന്നത്. കമ്പനി ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ് മേ ബി റിക്വയർഡ് ടു ക്രിയേറ്റ് എ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് out of the profit available for distribution of dividend and amount credited to account cannot be utilized by the company for any other purpose except for redemption of debentures. അതായത് ഡിബെഞ്ചേഴ്സ് എന്താ പറയുക റെഡീം ചെയ്യാനായിട്ട് ഡിബെഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെ എന്താ പറയുക എമൗണ്ട് നമുക്ക് എന്താണ് വേറൊരു കാര്യത്തിൽ ബോണസ് ഇഷ്യൂവിനോ അല്ലെങ്കിൽ എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യത്തിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്തിനു വേണ്ടിയാണ് ഡിബെഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ റിസർവ് നമുക്കെന്താ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ് അതുപോലെ തന്നെ പറയുന്നത് ആൻ അപ്രോപ്രിയേറ്റ് എമൗണ്ട് യൂഷ്വലി 15% ആണ്, അതായത് പ്രോഫിറ്റ് എല്ലാ കാലത്തെ പ്രോഫിറ്റിൽ നിന്നും ആ ഒരു അപ്രോപ്രിയേറ്റ് എമൗണ്ട് എന്ത് ചെയ്യണം അതിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അസറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക FDയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് റിഡംഷന്റെ സമയത്ത് അത് നമുക്ക് എൻക്യാഷ് ചെയ്തിട്ട് എന്ത് പറയുക ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്താം. ഓക്കെ, പിന്നെന്താണ് ഈ ഡിബെഞ്ചർ റിഡംഷൻ റിസർവിന്റെ റിക്വയർമെന്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് എന്താണ് സെക്ഷൻ കമ്പനീസ് ആക്ട് റിഡംഷൻ റിസർവ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഷുഡ് നോട്ട് ബി യൂട്ടിലൈസ്ഡ് ബൈ ദ കമ്പനി ഫോർ എനി അതർ പർപ്പസ്, വേറെ പർപ്പസിനൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നു. പിന്നെന്താണ് കമ്പനി എന്താണ് ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയും എന്നിട്ട് വേണം ഇതിൻ്റെ റിഡംഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം നമ്മൾ ഇതിൻ്റെ റിഡംഷൻ നടത്തണം എന്നും പറയുന്നു. പിന്നെന്താണ് കമ്പനി എന്താണ് ഫെയിൽ ടു റെഡീം ദ ഡിബെഞ്ചേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓർ ഫെയിൽസ് ടു പേ ദ ഇൻട്രസ്റ്റ് വെൻ ദേ ഫോൾഡ് യു ദ ട്രിബ്യൂണൽ, അതായത് കോർട്ടിന് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എനി ഓഫ് ദി ഹോൾഡേഴ്സ്, അതായത് ഏതെങ്കിലും ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് കമ്പനിക്ക് എന്താണ് ആ പാർട്ടീസിനെ ഡയറക്റ്റ് ഓർഡർ ദ കമ്പനി ടു റെഡീം ദ ബൈ പേയ്മെന്റ് ഓഫ്, അതായത് ട്രിബ്യൂണലിന് നമ്മുടെ കമ്പനിക്ക് എന്താ പറയുക ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ പ്രിൻസിപ്പൽ വിത്ത് ഇൻട്രസ്റ്റ് എന്താ പറയുക ഡ്യൂ ആയ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ പേയ്മെന്റ് നടത്തിയിട്ട് ഡിബെഞ്ചേഴ്സ് റെഡീം ചെയ്യണമെന്ന് ട്രിബ്യൂണലിന് എന്താ പറയുക കമ്പനിക്ക് നേരെ ഓർഡർ പാസ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ് ഈ ഡിബെഞ്ചർ നമ്മൾ ഈ റെഡീം ചെയ്ത് കഴിയുമ്പോഴും എന്താണ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ എന്താ ചെയ്യുക വേറൊന്നല്ല, അത് ജനറൽ റിസർവിലേക്ക് നമ്മൾ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, പിന്നെ എന്താണ് ആഡിക്വസി, അതായത് ഓരോരോ നമ്മൾ ഏതൊക്കെ, അതായത് എല്ലാ കമ്പനിക്കും എന്താണ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. സോ ഏതൊക്കെ കമ്പനിക്ക് എത്ര ശതമാനം വെച്ചിട്ടാണ് എന്താ പറയുക DRR ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ താഴെ പറയുന്നത്. ഓക്കെ, സോ ആദ്യം പറയുന്നത് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റെഗുലേറ്റഡ് ബൈ RBI ആൻഡ് ബാങ്കിങ് കമ്പനീസ്, അതായത് നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് പോലുള്ള ബാങ്ക്സ് RBIയും പിന്നെന്താണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന കമ്പനീസ് അവർക്ക് എന്താണ് DRR അതായത് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പിന്നെന്താണ് വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് അവർക്കും എന്താണ് ഡിബെഞ്ചർ റിഡംഷൻ വിൽ ബി ആപ്ലിക്കബിൾ NBFC, അതായത് NBFCക്ക് ആപ്ലിക്കബിൾ ആവുന്ന ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണ് 3, അതായത് NBFCയുടെ കാര്യം ഇവിടെയാണ് പറയുന്നത്. അതായത് ലിസ്റ്റഡ് NBFC ലിസ്റ്റഡ് HFCക്ക് എന്താണ് അവർക്ക് DR കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അതർ ലിസ്റ്റഡ് എന്താണ് പബ്ലിക് അതുപോലെ പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ഡിബെഞ്ചേഴ്സിനും DR. അപ്പോൾ എന്താണ് നോർമലി എന്താണ് സെക്കൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും DR നോർമലി എന്താണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ഫോർ അൺലിസ്റ്റഡ് കമ്പനീസ്, ഇത്രയും പറഞ്ഞ എന്താണ് ലിസ്റ്റഡ് കമ്പനീസിൻ്റെയും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി അൺലിസ്റ്റഡ് കമ്പനീസിന് എങ്ങനെയാണ് അൺലിസ്റ്റഡ് NBFCക്കും അൺലിസ്റ്റഡ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിക്ക് എന്താണ് DRR
കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്താണ് ബാക്കിയുള്ള, അതായത് നമ്മുടെ സാധാ പ്രൈവറ്റ് കമ്പനി, അൺലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസ്, അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനീസ്, നോർമൽ ഉള്ള കമ്പനീസിന് എന്താണ് DR കീപ്പ് ചെയ്യണം. അത് എത്രയാണ്? 10%. ഞാൻ പറഞ്ഞാൽ 10% ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അതിൻ്റെ 10%. ഇപ്പോൾ ആനുവലി നമ്മൾ പേ ചെയ്ത് പോകണമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എന്താണ് ഈ റിസർവിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. കാരണം ആനുവലി പേയ്മെൻറ്റ് അല്ല റെഡിംഷൻ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. ഇനി അതല്ല എന്താണ് നമ്മൾ എല്ലാം കൂടി ഫൈനലായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഡിബഞ്ചേഴ്സ് എന്തോ ഒരു ഇഷ്യൂ ചെയ്തു അതിൻ്റെ 10% ആയിരിക്കും DR ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻ എന്തെങ്ങനെയാണ് വായിച്ചു നോക്കാം. ഇനി എന്താണ് പറയുന്നത്? ഇനി ജേണൽ എൻട്രീസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ബുക്സിൽ എന്താ പറയുക, ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്ന സമയത്തുള്ള, അതുപോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യുന്ന എൻട്രീസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പാസ് ചെയ്യേണ്ട എൻട്രീസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ്? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ റിഡംഷന് വേണ്ടി കീപ്പ് ചെയ്യണം. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്താ പറയുക കീപ്പ് ചെയ്യാനുള്ള എൻട്രിയാണ്. അതായത് എന്താണ്? P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. കാരണം എന്താണ്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണല്ലോ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ടു റിഡംഷൻ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കുറഞ്ഞിട്ട് എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു പുതിയൊരു റിസർവ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരും. ഓക്കെ. പിന്നെന്താണ്? റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, അതായത് നമ്മൾ എന്താണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ എന്താണ് ബാങ്കിൽ നിന്ന് പൈസ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തും. സോ അതിന്റെ എൻട്രിയാണ് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റ് എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ കൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി മൂന്നാമത് പറയുന്നത് ഫോർ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മളെന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയല്ലോ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ ബാങ്കിലേക്ക് FD ആയിട്ടാണ് നമ്മളിത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അവിടെ നിന്ന് എന്താണ് ഇയർലി ബേസിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. സോ അത് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്താണ് എൻട്രി, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക. കാരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് വന്നു, ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് കൂടി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ. സോ അങ്ങനെ. പിന്നെന്താണ് D, അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പനിക്ക് സംബന്ധിച്ചൊരു ഇൻകം ആണ്. ഓക്കെ. അതായത് ആ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇത് നമ്മളെ ഇവർക്കൊന്നും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. സോ ഇത് നമ്മുടെ ഇൻകം ആണ്, ഇൻവെസ്റ്റ്മെന്റ് വഴിയുള്ള. സോ ഇതെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതാണ്. സോ എങ്ങനെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താണ് അതർ ഇൻകം ആയിട്ട് വരും. ഓക്കെ. ഇതെന്താണ് ഇതാണ് എന്താ പറയുക, ഒരു ഡിബഞ്ചർ നമ്മൾ എന്താണ് ഇഷ്യൂ ചെയ്യണ സമയത്ത് എന്താണ് നമ്മൾ ഡിബഞ്ചർ റിസർവും അതുപോലെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻട്രീസ്. ഇനി എന്താണ് റിഡംഷന്റെ സമയത്ത്, അതായത് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യണ സമയത്ത് എന്തൊക്കെയാണ് എൻട്രീസ് തന്നെ നോക്കാം. ആദ്യം എൻട്രി എന്തായിരിക്കും? നമുക്ക് ഇതിന് ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ എന്താണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വിൽക്കും, അല്ലെങ്കിൽ അത് നമ്മൾ റെഡീം ചെയ്യും. ഓക്കെ. നമ്മൾ എന്താണ് കമ്പനിയിലേക്ക് ഫണ്ട് കൊണ്ടുവരും, അത് സ്റ്റോപ്പ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റ് നിർത്തിയിട്ട് നമ്മൾ ഫണ്ട് കൊണ്ടുവരും. അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, കാരണം ബാങ്കിന്റെ പൈസ വരും. പിന്നെ എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എന്താണ് നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, അസറ്റിനെ നമ്മൾ എന്താ പറയുക ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ് നമ്മൾ എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താ റിഡംഷന്റെ സമയത്ത് ഡ്യൂ ആക്കണം. നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്താ പറയുക റിഡീം ചെയ്യുന്ന സമയത്ത് ഡ്യൂ എൻട്രി പാസ് ചെയ്തില്ലേ, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രീമിയം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രീമിയം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പ്രീമിയം ഉള്ള കേസ് ഉണ്ട്, ഇത് തൽക്കാലം ഇത് പ്രീമിയം ഇല്ലാത്തതാണ്. അപ്പോൾ എന്താണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ആ ഒരു എൻട്രി പാസ് ചെയ്യുന്നു. ഓക്കെ. സോ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താ പൈസ കിട്ടാനുള്ള രീതിയിലാണ് ഇപ്പോൾ എന്താ പറയുക ഡ്യൂ എൻട്രി പാസ് ചെയ്തേക്കുന്നത്. ഇനി എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തുക. അപ്പോൾ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്
ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ആ പേയ്മെന്റ് നടത്തിയിട്ട് അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. പിന്നെന്താണ് ഡിബഞ്ചർ റിഡംഷൻ കഴിയുമ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് എന്താണ് നമ്മൾ തുടക്കം എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ ഒരു റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ റിസർവ് എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് എന്ത് ചെയ്യണം, തിരിച്ച് നമ്മുടെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരണം. കാരണം എന്താണ് ഡിബഞ്ചേഴ്സിന്റെ ലൈബിലിറ്റി കഴിഞ്ഞു. അപ്പൊ എന്താണ് ആ റിസർവ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ. സോ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, അതായത് എന്താണ് ജനറൽ റിസർവിൽ എന്താണ് അതും ഡിവിഡന്റിന് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന എമൗണ്ട് ആണ്. അപ്പോൾ DR അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ്. ഓക്കെ, സോ ഇത്ര എൻട്രീസ് ആണ് എന്താ പറയുക മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി പറയുന്നത് മെത്തേഡ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാനുള്ള മെത്തേഡ്സിനെയൊക്കെ പറ്റിയാണ്. നമ്മളത് കണ്ടായിരുന്നത് ഒന്നെന്താണ് ലംസം പേയ്മെന്റ് ആണ്. ഇതിലെന്താണ് അതായത് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് സ്പെസിഫൈഡ് പീരീഡ്, ഈ പീരീഡ് എക്സ്പയർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താ പറയുക ഫുൾ എമൗണ്ട് എൻ്റെ ഡിബഞ്ചേഴ്സിന്റെ ഫുൾ എമൗണ്ട് എന്താ പറയുക അങ്ങോട്ട് പേയ്മെന്റ് നടത്തി ക്ലോസ് ചെയ്യുന്നു. പിന്നെന്താണ് ഇൻസ്റ്റാൾമെന്റ്, നിങ്ങൾക്ക് പേര് വരുമ്പോൾ അനുസരിച്ച് അതായത് പേയ്മെന്റ് സ്പെസിഫിക് പോർഷൻ ഡിബഞ്ചേഴ്സിന്റെ സ്പെസിഫിക് പോർഷൻസ് ഒരു സ്പെസിഫൈഡ് ഇന്റർവെൽസിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ പേയ്മെന്റ് നടത്തുന്നു. പിന്നെന്താണ് ഡിബഞ്ചേഴ്സിന് എന്താണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതായത് എന്താണ് അതിന്റെ എൻട്രീസ് കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ ലെവലിന്റെ സിലബസിൽ അത് എക്സ്ക്ലൂഡർ ആണ്. പക്ഷെ ജസ്റ്റ് പറയുകയാണ് ഓപ്പൺ മാർക്കറ്റ്, അത് ഷെയർ മാർക്കറ്റിൽ ഡിബഞ്ചേഴ്സ് എന്താ പറയുക ഡിബഞ്ചർ ഹോൾഡേഴ്സ് സെല് ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ അത് റെഡീം ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യുക. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് നമ്മുടെ ഇലസ്ട്രേഷൻസിലേക്ക് ഒന്ന് നോക്കാം അല്ലേ. ആദ്യത്തെ ഇലസ്ട്രേഷൻ തന്നെ നോക്കാം. അതായത് ഈ ഒരു ചാപ്റ്ററിലെ ഇലസ്ട്രേഷൻ എന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജേർണൽ എൻട്രീസ് അല്ല. ജേർണൽ എൻട്രീസ് വേണം, ജേർണൽ എൻട്രീസ് പഠിച്ചാലാണ് ഇതിന്റെ ഇലസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് ഈ ഇലസ്ട്രേഷൻ കൂടുതൽ ലെഡ്ജർ ബേസ്ഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ഫൗണ്ടേഷൻ ലെവലിലാണ് നിങ്ങൾ എന്താ പറയുക ജേർണൽ എൻട്രി ബേസ്ഡിലുള്ള പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ കാണുക. നിങ്ങൾ എന്താണ് ഇനി ഇന്റർമീഡിയറ്റിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ജേർണൽ എൻട്രീസ് ഉണ്ടാവില്ല, നേരെ ലെഡ്ജർ പോസ്റ്റിംഗിലേക്കാണ് പോവുക. ഓക്കെ, സോ എന്താണ് നിങ്ങൾ ജേർണൽ എൻട്രീസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ജേർണൽ എൻട്രീസ് എന്താണെന്നുള്ളത് പഠിക്കുക. ആ ജേർണൽ എൻട്രീസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് വരാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ കാണുക. അതനുസരിച്ച് എന്താണ് പിന്നെ നമുക്ക് ലെഡ്ജറിലേക്ക് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇലസ്ട്രേഷൻ 1ലേക്ക് കിടക്കാം. സോ ദ ഫോളോയിങ് ബാലൻസസ് അപ്പിയർഡ് ഇൻ ദ ബുക്സ് ഓഫ് എ കമ്പനി as on 31st March 2021. അപ്പോൾ എന്താണ് താഴെ പറയുന്നതാണ് എന്താ പറയുക ബാലൻസസ് ഉള്ളത്. അപ്പോൾ ഡിബഞ്ചേഴ്സിന് എന്താണ് 6% മോർട്ട്ഗേജ് 10,000 ഡിബഞ്ചേഴ്സ് എന്താ പറയുക at ₹100 each. അപ്പോൾ ഏകദേശം 10 lakh rupeesന്റെ ഡിബഞ്ചേഴ്സ് എന്താ പറയുക കമ്പനിയുടെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആയിട്ട് എത്രയുണ്ട് 50,000 rupees ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഷെഡ്യൂൾഡ് ബാങ്കിൽ എന്താണ് ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് എത്രയാണ് 1,50,000. ഇതാണ് എന്താ പറയുക ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് 1,50,000 ഉണ്ട്. അതിന് എത്രയാണ് ഇൻട്രസ്റ്റ് 4% പറയുന്നുണ്ട്. അത് എന്താണ് 31st ഡിസംബറിന് എല്ലാ കൊല്ലവും കിട്ടുന്നുമുണ്ട്. ഓക്കെ, സോ എന്താണ് ബാങ്ക് ബാലൻസ് എത്രയാണ് 9 lakh ബാങ്ക് ബാലൻസും ഉണ്ട്. പിന്നെ പറയുന്നത് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്നാണ് നമ്മൾ എല്ലാ കൊല്ലവും എന്താ പറയുക 31st March 2021 പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്താണ് 31st December 2021 വരെ ഉള്ളത് പേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇതിന്റെ റിഡംഷൻ എന്നാണ് അതായത് February 28, അതായത് 31st December കഴിഞ്ഞിട്ട് 2 മാസം, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 2 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് പറയുക ഡിബഞ്ചേഴ്സിനെ പേ ഓഫ് ചെയ്തത്, റിഡംഷൻ നടത്തിയത്. അത് എത്രയാണ് 101 rupees. അപ്പോൾ എന്താണ് നമ്മൾ ഓർക്കുക, അതായത് ഈ കാര്യങ്ങൾ അപ്പം ശ്രദ്ധിക്കുക. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 2 മാസത്തെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്, അത് എന്താണ് അത് ഏകദേശം 1,00,000 2 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഇവിടെ ഈ ഡേറ്റ് വെച്ചിട്ട് ഡേറ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അറ്റ് പാർ, അതായത് 1,50,000 തന്നെയാണ് നമ്മൾ റിഡീം ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം എന്താണ് നമ്മൾ എൻട്രീസ് അല്ല സോറി നമ്മുടെ കൺസേൺഡ് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ അതെന്താണ് നമുക്കറിയാം ആദ്യം എന്താണ് നമ്മുടെ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ,
ഡിബഞ്ചർ അക്കൗണ്ട് മാത്രമല്ല എന്താ പറയുക, ഈ പറയുന്ന എല്ലാ അക്കൗണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ആദ്യം 6% മോർഗേജ് ഡിബഞ്ചേഴ്സ്. അതെന്താണ്, അത് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ എന്താണ്, അത് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. സോ ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്തു, 6% മോർഗേജ് ഡിബഞ്ചേഴ്സ് ബൈ ബാലൻസ് ബ്രോട്ട് ഓൺ 10 lakh എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ലെഫ്റ്റ് സൈഡിൽ എഴുതി. ഇനി എന്താണ് നമ്മൾ ഡ്യൂ എൻട്രി. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഡ്യൂ എൻട്രി കണ്ടല്ലേ, അതായത് ഡിബഞ്ചേഴ്സിനെ ഡ്യൂ ആക്കുന്നത്. അതെന്താണ്, ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഈ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ എന്താണ് വരിക, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ എന്താ പറയുക, ഡെബിറ്റിലേക്ക് കാണിക്കുക, ഡെബിറ്റ് സൈഡ് കാണിക്കുക. അപ്പോൾ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് വന്നിട്ട് 10 lakh എന്ത് ചെയ്തു, റെഡീം ചെയ്യാനുള്ള എന്താ പറയുക എൻട്രി പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നോക്കാം. ഓക്കെ, ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, കാരണം വേറെ ഒന്നും അല്ല, അതിലേക്ക് ഒരു പേയ്മെന്റ് എൻട്രി മാത്രമേ പോകുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്, മാർക്കൊന്നും കുറയാനൊന്നും പോകുന്നില്ല. സോ എന്താണ്, നമുക്ക് പ്രീമിയം എമൗണ്ട് റിഡംഷൻ, അതായത് ഇവിടെ പറയുന്നുണ്ട് അതെന്താ 101 rupees, 100 rupees ആണ് ഫേസ് വാല്യൂ. അത് എത്രയാണ്, 101 rupeesനാണ് എന്താ പറയുക ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, 1 രൂപ വെച്ചിട്ട് എന്താണ്, ഒരു ഡിബഞ്ചറിന് 1 രൂപ വെച്ചിട്ട് എന്താ പറയുക പ്രീമിയം കിട്ടുന്നുണ്ട്. അപ്പോൾ 10,000 ആണ് എന്താ പറയുക പ്രീമിയം എമൗണ്ട് റിഡംഷൻ വരുന്നത്. സോ പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്താ പറയുക, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്താണ്, അതിനെന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് എന്താ പറയുക 10,000 വെച്ചിട്ട് മാറ്റണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കും. കാരണം എന്താണ്, നമ്മൾ ഈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലും കണ്ടാണ്. അതായത് എന്താണ്, ഈ എൻട്രിയുടെ കൂടെ, അതായത് ഈ ഒരു എൻട്രിയുടെ കൂടെ എന്താ പറയുക പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പിന്നെ എന്താ പ്രീമിയം എമൗണ്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അങ്ങനെയായിരിക്കും ഇവിടെ ആ എൻട്രി വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് 10,000 വെച്ചിട്ട് നമ്മൾ മാറ്റി. പിന്നെ എന്താണ്, ഈ പ്രീമിയം എമൗണ്ട് റിഡംഷൻ നമ്മൾ ഏതിലേക്കായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയും പാസ് ചെയ്തു. ഇനി എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ട്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ അതിനെന്താണ്, ഓൾറെഡി 1,50,000 എന്ത് പറയുക അവർ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ബാലൻസ് ബ്രോട്ട് ഓൺ എത്രയാണ്, 1,50,000 ഓൾറെഡി എന്താ പറയുക അസറ്റായിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, റിഡീം ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ബാങ്കിലേക്കാണ് അതിൻ്റെ എമൗണ്ട് വരിക. അപ്പോൾ എന്താണ് എൻട്രി വരിക, ബാങ്ക് ഓൺ ഡെബിറ്റ് ടു റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്, ബാങ്കിനെ നമ്മൾ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ് വരുന്നത്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താ പറയുക 2 മാസത്തെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടെന്നുള്ള രീതിയിൽ. സോ അത് എങ്ങനെയാണ് വരുന്നത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ടു ബാങ്കിലേക്കാണ്, നമ്മൾ ബാങ്ക് വഴിയാണ് പേയ്മെന്റ് എടുത്തത്. അപ്പോൾ എന്താണ് 10 lakh into 6% into 2/12. കാരണം എന്താണ്, നമുക്കറിയാം 6% മോർഗേജ് ആണ് ഇൻട്രസ്റ്റ് പറയുന്നത്. അപ്പോൾ അത് 2 മാസത്തേക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം 10,000 rupees ആണ് എന്ത് പറയുക ബാങ്കിൽ നിന്ന് പേയ്മെന്റ് വരിക. ഇതെന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. കാരണം എന്താണ്, കാരണം ഇത് P&L എക്സ്പെൻസ് ആയിട്ട് വരേണ്ട ഒരു ഐറ്റമാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്താണ് നമുക്കുള്ളത്, ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാമല്ലോ 9 lakh ഉണ്ട്. ഓക്കെ, സോ ആ 9 lakh നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി. ഇനി എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് റിസീവ് ചെയ്യാണ്ടല്ലേ, അത് നമ്മൾ എന്താ പറയുക 1,50,000 into 4% into 2/12. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1,50,000 അറ്റ് ഇൻട്രസ്റ്റ് 4% ആണ്. അത് ഇത്രയൊക്കെയാണ് 2 മാസത്തേക്ക് വെച്ചിട്ട്. സോ ഏകദേശം 1,000 rupees എന്താ പറയുക നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് ഈ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്താണ്, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, P&L അത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, പിന്നെന്താണ് നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയുക വിഡ്രോ ചെയ്യുമ്പോൾ 1,50,000 എന്താണ് ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്നു. ഇനി എന്താണ്, നമ്മൾ ടോട്ടൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കുന്നുണ്ട്, 10,10,000. ഓക്കെ, അത് ഏതൊക്കെയാണ്, അതായത് ഇവിടെ ഒരു 10 lakh ഉണ്ട്, പിന്നെന്താണ് ഈ പ്രീമിയത്തിന്റെ 10,000 ഉണ്ട്. അങ്ങനെ 10,10,000 നമ്മൾ ബാങ്കിൽ നിന്ന് പേയ്മെന്റ് പോയി. പിന്നെ അതുപോലെ തന്നെ ഒരു പേയ്മെന്റും കൂടി പോകും, എന്ത്, ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ പ്രിൻസിപ്പൽ പ്ലസ് പ്രീമിയം ആണ്. ഇവിടെ എന്താണ്, ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് ഒരു 10,000 ഉണ്ട്. അതായത് ഈ 10,000 ഡിബഞ്ചർ ഇൻട്രസ്റ്റിന്റെ 10,000. ഓക്കെ, സോ അത് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. സോ എന്താണ്, നമ്മൾ നെറ്റ് ബാലൻസ് ഓഫ് ചെയ്യുമ്പോൾ ബാങ്കിന്റെ ഇപ്പോൾ ഉള്ള ബാലൻസ് എന്ന് പറയുന്നത് 31,000 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ്.
ഈ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഉള്ള റിസർവ് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. 50,000 ആണ്. ഓക്കെ, നമ്മുടെ പ്രൊവിഷൻ പ്രകാരം എത്രയാണ് പറയുന്നത്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള ഇപ്പോൾ ഡിബഞ്ചേഴ്സ് എത്രയാണ്, 10 lakh ആണ്. കാരണം അതാണല്ലോ നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ എത്ര ശതമാനം, 10% ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചേഴ്സ് നമ്മൾ എന്താ പറയുക, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് കീപ്പ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രയാണ്, ആക്ച്വലി 1 lakh റിസർവ് വേണം. ഓക്കെ, അത്രയും റിസർവ് വേണ്ട സ്ഥലത്ത് എത്ര റിസർവേ ഉള്ളൂ, 50,000 റിസർവ് ഉള്ളൂ. ഓക്കെ, സോ എക്സിസ്റ്റിംഗ് റിസർവ് എത്രയാണ്, 50,000 ഉള്ളൂ. സോ എന്താണ്, നമ്മളൊരു 50,000 കൂടി എന്താണ് പി ആൻഡിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഇതെന്താണ്, ട്രാൻസ്ഫർ ഫ്രം പി ആൻഡിൽ 50,000 കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റാണ്, ഇൻവെസ്റ്റ്മെന്റ് റിസർവ് കറക്റ്റാണ്. കാരണം എന്താണ് 15%, 10 lakhന്റെ 15%, 1,50,000 തന്നെയാണ്, അത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് പി ആൻഡിൽ 50,000 കൂടി നമ്മൾ കീപ്പ് ചെയ്യാനുണ്ട്. സോ എന്താണ് നമ്മളത് എന്താ പറയുക, 1st January തന്നെ അതിൻ്റെ ആ ഒരു പി ആൻഡിലിൻ്റെ എൻട്രിയും കൂടി പാസ് ചെയ്യുന്നു. അതായത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓൾറെഡി 50,000 ഉണ്ട്. പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു 50,000 കൂടി നമ്മൾ എന്താ പറയുക ഇതിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് എന്താണ് ഫുൾ 1 lakh rupees ജനറൽ റിസർവിലേക്ക് എന്താണ് റിഡംഷൻ കഴിയുമ്പോൾ, ഡിബഞ്ചറിൻ്റെ റിഡംഷൻ കഴിയുമ്പോൾ 28th February ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അങ്ങനെ എന്താ പറയുക, ഡിബഞ്ചർ റിഡംഷൻ റിസർവും കൂടി പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും പിന്നെ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ടും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലസ്ട്രേഷനിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അതെന്താണ് കൺസേൺഡ് ലെഡ്ജർ എന്നാണ് വന്നിട്ടുള്ളൂ, അല്ലാതെ ലെഡ്ജേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇനി കൂടുതൽ ലെഡ്ജേഴ്സ് എന്താ പറയുക നിങ്ങൾ കാണിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മാർക്കൊന്നും കുറയാൻ പോകുന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ടൈം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇലസ്ട്രേഷൻ 2ലേക്ക് പോവാം. ഇപ്പോൾ ഫോളോയിങ് ബാലൻസസ് ആണ് എന്താ പറയുക പാരഡൈസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇതിൽ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് 12% ഡിബഞ്ചർ 7,50,000 വെച്ച് വരുന്നുണ്ട്. എന്താണ് ബാലൻസ് DRR എത്രയാണ്, 25,000 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് 7,50,000 ഉണ്ട്, പക്ഷെ എന്താണ് 25,000 DRR. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ 10%, അതായത് 75,000 എന്താണ് ആക്ച്വലി DRRൽ വരേണ്ടതാണ്. സോ ഒരു 50,000 എക്സ്ട്രാ പി ആൻഡിൽ നിന്ന് എടുത്ത് എന്താ പറയുക DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 1,12,500 പറയുന്നുണ്ട്. എത്രയാണ് 10% ബോണ്ടാണ്, ഗവൺമെന്റ് ബോണ്ടാണ് ഉള്ളത്, 100 rupees വെച്ചുള്ള ബോണ്ടാണ്. അപ്പോൾ അതെന്താണ് നമ്മൾ റെഡീം ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ എന്താണ് ബാലൻസ് ബാങ്കിലുള്ള ബാലൻസ് 7,50,000 പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്തേക്കുന്നത് പാറിലാണ്, ഫേസ് വാല്യൂലാണ്. റിഡംഷൻ നടത്തിയേക്കുന്നത് 10% പ്രീമിയത്തിലാണ്. നമ്മുടെ അടുത്ത് താഴെ പറയുന്ന അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇലസ്ട്രേഷൻ 1 പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അവർ 50,000 എക്സ്ട്രാ DRR കൊണ്ടുവരണം എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ ഇതെന്താണ് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്തു നോക്കുക. ഇനി പറയുന്നത് എന്താണ് ഇലസ്ട്രേഷൻ 3. ഓക്കെ, ഇലസ്ട്രേഷൻ 3ൽ എന്താണ് പറയുന്നത്, XYZ ലിമിറ്റഡ് എന്ത് ചെയ്തു, 1 lakh കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓഫ് 100 each റെഡീം ചെയ്തു. ആഫ്റ്റർ പീരീഡ് ഓഫ് 5 years, 5 yearsന് ശേഷം അവർ റിഡീം ചെയ്തു. ഓക്കെ, അക്കോർഡിംഗ് ടു ടേംസ് ഓഫ് ദി ഇഷ്യൂ എന്താണ് ഡിബഞ്ചേഴ്സ് വെർ റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 5%. 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്തത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തു, ഒരു ഓപ്ഷൻ കൊടുത്തു. അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ എന്താണ് 20% അവരുടെ ഹോൾഡിങ്സിന്റെ 20% വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അതായത് 100 shares ഉണ്ടെങ്കിൽ 20 shares ഇവർക്ക് എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് ആയിട്ട് റെഡീം ചെയ്യുക. എത്ര പ്രൈസിന്, ₹20 പെർ പ്രൈസിന് എന്താ പറയുക അവർക്ക് ഡിബഞ്ചേഴ്സിന്റെ കിട്ടും. അതായത് 10 rupees ഫേസ് വാല്യൂ, 10 rupees എന്താ പറയുക പ്രീമിയം. ഓക്കെ, അപ്പം എന്താണ് അപ്പോൾ ഇത് ഈ ടൈം ലിമിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് ഒരു 20,000 വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു, അവരുടെ ഇക്വിറ്റി ഷെയർസ് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പം നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്, ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആൻഡ് ക്യാഷ് പെയ്ഡ് ഫോർ റിഡംഷൻ ഓഫ് 20,000 ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതായത് ഈ 20,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ എന്താ പറയുക എത്ര പേര് കൺവേർട്ട് ചെയ്തു, അതുപോലെ തന്നെ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വന്നോ, അതുപോലെ തന്നെ എത്ര പേയ്മെന്റ്, ക്യാഷ് പേയ്മെന്റ് എത്ര കൊടുത്തു എന്നാണ്. ഓക്കെ, സോ അതിന്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. സോ എന്താണ്
കൺവേർട്ട് ചെയ്യാനുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് എത്രയാണെന്ന് നോക്കാം. അതായത് 20,000 by 100. കാരണം എന്താണ് ഫേസ് വാല്യൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ഫേസ് വാല്യൂ 100 ആണ്. സോ 200 ഡിബഞ്ചേഴ്സ് ആണ്, നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അല്ല, മീൻസ് 200 ഡിബഞ്ചേഴ്സ് ആണ് ഇപ്പോൾ റെഡീം ചെയ്യുന്നത്. ഓക്കെ, കൺവേർട്ട് അല്ല, റെഡീം ചെയ്യുന്നത്. ഓക്കെ, ഇവരിൽ എന്താ പറയുക, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 200 ഡിബഞ്ചേഴ്സിൽ നമുക്ക് എത്രയാണ് 20% നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ലാതെ ഈ 200 മൊത്തം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ 200ൽ നമുക്ക് 20% കൺവേർട്ട് ചെയ്യാം, ബാക്കിയുള്ളത് നമ്മൾ കമ്പനി പൈസ ആയിട്ട് കൊടുക്കും. സോ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ 200 20%. അപ്പോൾ എത്രയാണ് 40 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ 40 ഡിബഞ്ചേഴ്സിന്റെ റെഡീമബിൾ വാല്യൂ എത്രയാണ്, പ്രീമിയത്തിലുള്ള റെഡീമബിൾ വാല്യൂ. അപ്പോൾ 40 × 105 4200 ആണ് എന്താ പറയുക റെഡീം ചെയ്യാനുള്ള, കൺവേർട്ട് ചെയ്യാനുള്ള ഡിബഞ്ചറിന്റെ റെഡീം ചെയ്യാൻ, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഡിബഞ്ചറിന്റെ റെഡീം ചെയ്യുന്ന വാല്യൂ. ഓക്കെ, സോ 4200 ആണ്. ഇനി എത്ര ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ആണെന്നാണ്, അതായത് ഒരു ഷെയറിന് 20 രൂപ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണത്. സോ എത്ര ഷെയർസ് ഉണ്ട്, 4200 ഡിവൈഡ് ബൈ 20. അപ്പോൾ 210 ഷെയർസ്, 210 ഷെയർസ് ആണ് നമ്മൾ എന്ത് പറയുക ഈ ഒരു ഡിബഞ്ചർ ഹോൾഡറിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ക്യാഷ് എത്ര കൊടുക്കണം എന്നാണ്. ക്യാഷ് കൊടുക്കാൻ സിമ്പിളാണ്, കാരണം 200 ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അതിൽ എത്രയാണ് 40 ഡിബഞ്ചേഴ്സ് എന്ത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എത്രയുണ്ട് 160 ഡിബഞ്ചേഴ്സ് ആണ് ഇനി ക്യാഷ് ആയിട്ട് കൊടുക്കാനുള്ളത്. അവർക്ക് എത്ര വെച്ച് 105 വെച്ചിട്ട് റെഡീം ചെയ്യും. അപ്പോൾ എത്രയാണ് അവർക്ക് ക്യാഷ് ആയിട്ട് 16,800 കൊടുക്കും. അപ്പോൾ എന്താണ് ഇവർക്ക് 20,000 ഉള്ള ഡിബഞ്ചേഴ്സിന് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്, ഒന്ന് 210 ഷെയർസ് കിട്ടും, പിന്നെന്താണ് അതുപോലെ തന്നെ റിഡംഷൻ വാല്യൂ ആയിട്ട് എന്താണ് 16,800 ക്യാഷ് ആയിട്ടും കിട്ടും. ഓക്കെ, ഇനി പറയുന്നത് എന്താണ് ഒരു ജേർണൽ എൻട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊന്ന് നോക്കാം. ഇലസ്ട്രേഷൻ 4, അതായത് ഇവിടെ കൊടുത്തതാണ് ബാലൻസ് ഷീറ്റ് ഓഫ് BE കമ്പനി ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൺലിസ്റ്റഡ് കമ്പനിയാണ് അതർ ദാൻ AFI ബാങ്ക് കമ്പനി. അത് വേറൊന്നല്ല, നമ്മളെന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, ഇവരുടെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം ഷെയർ ഹോൾഡേഴ്സ് 2 lakh തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് 1,20,000 ഉണ്ട്, ലോങ് ടേം ബോറിംഗ് 1,20,000 ഉണ്ട്. ഇതിലായിരിക്കും ഡിബഞ്ചേഴ്സ് വരാം. ട്രേഡ് പേബിൾസ് എന്താണ് 1,50,000 ഉണ്ട്, പ്രോപ്പർട്ടി ഇത്രയുണ്ട്, പിന്നെന്താണ് ഇൻവെന്ററീസ് എത്രയാണ് 1,35,000 പറയുന്നുണ്ട്, ട്രേഡ് റിസീവബിൾ 75, ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് 2,30,000 പറയുന്നുണ്ട്. എൻ്റെ നോട്ട്സിൽ പറയുന്നുണ്ട് എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ഇവിടെ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇവർ കീപ്പ് ചെയ്തിട്ടില്ല. സോ ആ റിഡംഷൻ റിസർവ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. പിന്നെന്താണ് ഡിബഞ്ചേഴ്സ് 1,20,000 ഉണ്ട്. അപ്പോൾ എന്താണ് ഏകദേശം 12,000 ആയിരിക്കും ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, കാരണം ഇത് റെഡീം ചെയ്യാനുണ്ടാവും. സോ ഇതിൻ്റെ 10% 12,000. പിന്നെ എന്താണ് പ്രോപ്പർട്ടി 1,15,000 ഉണ്ട്, പിന്നെ ക്യാഷ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതിലെന്താണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്താ പറയുക ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് വേറെ ഒന്നല്ല, ഇത് റൈറ്റ് ഇഷ്യൂ തന്നെയാണ് കേട്ടോ. അവർ ഡയറക്റ്റ്ലി ഇല്ലെന്നുള്ളൂ, പക്ഷെ എന്താണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് അവർക്ക് എന്താണ് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, പർച്ചേസ് 1 റുപ്പീസ് 10 ഷെയർ, ഒരു ഷെയർ വാങ്ങാം 15 രൂപയ്ക്ക്. എന്താണ് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് 15 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങാം. എത്ര 4 ഷെയർ ഹെൽഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ വെച്ചിട്ട് എന്താ പറയുക ഈ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്, അതായത് റൈറ്റ് ഇഷ്യൂ നടന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ് ബോണസ് ഇഷ്യൂൻ്റെ കാര്യമാണ്. ബോണസ് ഇഷ്യൂ എങ്ങനെയാണ്, ബോണസ് ഇഷ്യൂ 5 ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബോണസ് ഷെയർ വെച്ചിട്ട് എന്താ പറയുക ബോണസ് ഇഷ്യൂ നടന്നിട്ടുണ്ട്. പിന്നെന്താണ് ഡിബഞ്ചേഴ്സ് എന്താണ് 3% പ്രീമിയത്തിൽ റിഡംഷനും നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് നമ്മുടെ ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ നടത്തിയതാണ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്താണ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ. ഓക്കെ, 75,000 എങ്ങനെ വന്നതെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ എത്രയാണ് ഇഷ്യൂ ചെയ്തേക്കുന്ന ക്യാപിറ്റൽ 20,000 ആണ്. സോ 20,000 ഡിവൈഡ് ബൈ 4. അപ്പോൾ 5,000 ആണ് റൈറ്റ് ഇഷ്യൂ വരുന്നത്. അത് എത്രയാണ് 15 റുപ്പീസിനാണ് ഇവിടെ നടന്നേക്കുന്നത്. കാരണം എന്താണ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും വാങ്ങിച്ചു, ഈ ഓപ്ഷൻ എല്ലാ ഷെയർ ഹോൾഡേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് 75,000 5,000 × 15 75,000 എന്താണ് ഈ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് വേറെ കോൾസ് ഒന്നുമില്ല, ജസ്റ്റ് എന്താ പറയുക ആപ്ലിക്കേഷൻ മണിയിൽ തന്നെ ഫുള്ള് കട്ടി. ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ 75,000.
ഇതിലെന്താണ് ₹5 വെച്ചിട്ട് പ്രീമിയം ആണ്. 10 ആണ് ഫേസ് വാല്യൂ, അപ്പോൾ 5 എന്താണ് പ്രീമിയം ആയിട്ട് വരും. സോ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ 75,000, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് 5,000 × 10 50,000 ടു സെക്യൂരിറ്റീസ് പ്രീമിയം 25,000. ഓക്കെ, യൂണിറ്റ് 2 കണ്ട അതേ എന്താ പറയുക ജേർണൽ എൻട്രീസ് ആണ്. ഇനി പറയുന്നത് എന്താണ്, നമ്മുടെ അടുത്ത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലേ. അതായത് എന്താണ് 1 ഷെയർ ഉള്ളവർക്ക് 5 ഷെയർ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ ബോണസ് ഷെയറിനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഈ 20,000 മാത്രം എടുത്താൽ പോരാ. കാരണം എന്താണ് ഇവിടെ ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര എണ്ണം വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു 5,000 ഷെയർസ് ഇപ്പൊ ഇഷ്യൂ ആയിട്ടുണ്ട്. ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് എന്താണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പാണ് ഇത് നടന്നതെന്ന്. അപ്പൊ എന്താണ് ഈ 5,000 പ്ലസ് എന്താ പറയുക എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 20,000. ഓക്കെ, അങ്ങനെ 25,000 ഡിവൈഡ് ബൈ 5 എടുക്കണം. ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 25,000 ഡിവൈഡ് ബൈ 5, അങ്ങനെ 5,000. ഓക്കെ, ഒരു മിനിറ്റ്, 5,000 ബോണസ് ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ്. ഓക്കെ, സോ 5,000 ആണ് എന്താ പറയുക. അപ്പം എന്താണ് 50,000 ആയിരിക്കും എന്താ പറയുക ബോണസ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തതിൻ്റെ വാല്യൂ 5,000 × 10. അപ്പോൾ അതെന്തൊക്കെയാണ്, നമ്മൾ നേരത്തെ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ വന്നില്ലേ, അത് നമുക്ക് ബോണസ് ഷെയർസിന് വേണ്ടി ഇഷ്യൂ ചെയ്യാലോ. സോ ബോണസ് ഷെയർസിന് 25,000 സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിച്ചു. പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 25,000 വന്നു. അങ്ങനെ എന്താണ് 50,000 ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തതായിട്ട് കാണിച്ചു. ഓക്കെ, ഇതെന്താണ് നമ്മൾ ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വെച്ചിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ബോണസ് ഇഷ്യൂവിൻ്റെ എൻട്രീസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി പറയുന്നത് എന്താണ് ഡിബഞ്ചർ റിഡംഷനെ പറ്റിയാണല്ലേ. സോ അതിൻ്റെ എൻട്രീസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്താണ് നമ്മൾ ആദ്യമേ കണ്ടു എന്താണ് റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്തല്ലോ. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 12,000, അതായത് 1,20,000 എന്താ പറയുക ഈ 1,20,000 10%, സോറി ഈ 1,20,000 അല്ല, സോറി ഈ 1,20,000 ഡിബഞ്ചേഴ്സിൽ 1,20,000 10% എന്താണ് DRRലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. സോ അതാണ് ഈ 12,000 തന്നെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 12,000 ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 12,000. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള. കാരണം ഇവിടെ അസെറ്റിന്റെ അവിടെ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നില്ല. അതിപ്പോൾ എത്ര വരും 1,20,000 എത്രയാണ് 15% വെച്ചിട്ട് 18,000 എന്താണ് ഇതിൽ 15% വെച്ചിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റിലേക്കും പോകേണ്ടതാണ് 15%. സോ അത് എത്ര വരും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് 18,000 വെച്ചിട്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 18,000 വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നു 15% ഓഫ് 1,20,000. ഓക്കെ, ഇനി എന്താണ് പറയുന്നത് നമ്മൾ റെഡീം ചെയ്യാനുള്ള ഡ്യൂ എൻട്രി പാസ് ചെയ്യണം. അപ്പോൾ എന്താണ് പറയുന്നത് 3% വെച്ചിട്ട് പ്രീമിയത്തിലാണ് ഇത് റെഡീം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 1,20,000 12% ഡിബഞ്ചർ അക്കൗണ്ട് 1,20,000 ടു പ്രീമിയം പേയബിൾ എത്രയാണ് 3% വെച്ചിട്ട് 3,600 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിലേക്ക് ഡ്യൂ എൻട്രി പാസ് ചെയ്തു 1,23,600. ഓക്കെ, പിന്നെ എന്താണ് ഈ റിഡംഷന്റെ പ്രീമിയം എന്ത് ചെയ്തു നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു 3,600 വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 12,000 നമ്മൾ കീപ്പ് ചെയ്തല്ലോ, അതെന്ത് ചെയ്തു നമ്മൾ ജനറൽ റിസർവിലേക്ക് കൊണ്ടുവന്നു 12,000 വെച്ചിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 12,000 കൊണ്ടുവന്നു. പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് 18,000 നമ്മളിപ്പോൾ നേരത്തെ എൻട്രി ഇട്ടല്ലോ, അതെന്താണ് റിവേഴ്സ് ചെയ്ത് ബാങ്കിലേക്ക് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് സെയിൽ നടത്തിയിട്ട് ബാങ്കിലേക്ക് 18,000 കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ് ഫൈനലി എന്ത് ചെയ്തു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താ പറയുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് നടത്തി. എത്രയാണ് ഇവിടെ ഡ്യൂ ആയിട്ടുള്ള 1,23,600. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്താ പറയുക ഇവിടെ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ ഒരു റിസർവ് കീപ്പ് ചെയ്തിട്ട് പിന്നെ അത് തിരിച്ച് ജനറൽ റിസർവിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയും. പക്ഷെ എന്താണ് നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്ന എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യണമെന്നാണ്. ഇവരെന്ത് ചെയ്തു ഇത് ആക്ച്വലി ഈ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവരത് കീപ്പ് ചെയ്തില്ല. അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇവർ കീപ്പ് ചെയ്തില്ല. സോ എന്താണ് ഇവർ കീപ്പ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ഇത് റെഡീം ചെയ്യണ സമയത്ത് എന്താണ് നമ്മളിപ്പോൾ ആ എൻട്രി പാസ് ചെയ്യണം എന്നുള്ളൂ. എന്നിട്ട് എന്താണ് അത് നമ്മൾ എന്താണ് അടുത്ത എൻഡ് എന്ത് ചെയ്യും അത് റിവേഴ്സ് ചെയ്ത് ജനറൽ റിസർവിലേക്കും പിന്നെ എന്താണ് അത് ബാങ്കിലേക്ക് തന്നെ തിരിച്ചു ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തി ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് എന്താ പറയുക ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആണ് കമ്പാരിറ്റീവ്ലി മുമ്പത്തെ യൂണിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. പക്ഷെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റും കൂടിയാണ്. ഓക്കെ,
സോ നോർമലി എന്താണ് അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇത് രണ്ടിന്ന് ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിന് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇതാണ് എന്താ പറയുക കൺസെപ്റ്റിന്റെ ഈ ഒരു റിഡംഷൻ്റെ കൺസെപ്റ്റും അതിന്റെ ഇലസ്ട്രേഷൻസും. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബാക്കിലുള്ള ടെസ്റ്റ് യുവർ നോളജ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ നമുക്ക് നമ്മുടെ ടെസ്റ്റ് യുവർ നോളജിലെ ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇതിനു വേണ്ടി ഞാൻ ഒരു PDF കൂടി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതൊന്ന് എടുത്തോട്ടെ. Okay. So first question, the amount credited to debenture redemption reserve may be utilized by the company for any purpose. Okay, ഇതിന്റെ ആൻസർ ഫോൾസ് ആണ്. കാരണം എന്താണ്, നമുക്കത് എനി പർപ്പസിന് റിഡംഷൻ റിസർവ് എന്നാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. So amount credited to debenture reserve should not be utilized by the company for any purpose except for the purpose other than that of redemption of debentures. Okay, പിന്നെ all India financial institution regulated by RBI and banking company for both public as well as privately placed debentures need not create any debenture reserve. ഇത് ട്രൂ ആണ്. കാരണം എന്താണ്, നമ്മൾ ആ ബോക്സിൽ കണ്ടതാണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ RBI ഗവേൺ ചെയ്യുന്ന ബാങ്കിങ് കമ്പനീസ് പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും എന്താ അവർക്ക് ഡിബഞ്ചർ റിഡംഷൻ റിസർവിന്റെ ആവശ്യമില്ല. സോ ട്രൂ ആണ്. ഓക്കെ, need not create DRR. അടുത്തത്, അണ്ടർ പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ദ പേയ്മെന്റ് ഓഫ് എൻ്റെ ഡിബഞ്ചർ ഈസ് മെയ്ഡ് ഇൻ വൺ അലോട്ട്മെന്റ്. ഫോൾസ് ആണ്. കാരണം ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിലേക്ക് റീപേയ്മെന്റ് നടക്കുന്നത്. സോ അണ്ടർ പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ദ പേയ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് പോർഷൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് ആർ മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് അറ്റ് സ്പെസിഫൈഡ് ഇന്റർവൽ. ഓക്കെ, അടുത്ത റിഡംഷൻ ഓഫ് ഡിബഞ്ചർ DRR ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. ട്രൂ ആണ്. കാരണം എന്താണ്, അറ്റ് ദ എൻഡ് ഓഫ് റിഡംഷൻ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് നമ്മൾ എന്താണ് ജനറൽ റിസർവിലേക്ക് മാറ്റുന്നുണ്ട്. ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? എ ഡിബഞ്ചർ ഹോൾഡർ ഈസ് ഓണർ ഓഫ് ദ കമ്പനി. ഇത് ഫോൾസ് ആണ്. എ ഡിബഞ്ചർ ഹോൾഡർ ക്യാൻ ഗെറ്റ് ഹിസ് മണി ബാക്ക് ഓൺലി ഓൺ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ഇതും ഫോൾസ് ആണ്. എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ക്യാൻ ബി റെഡീംഡ് അറ്റ് പ്രീമിയം. ട്രൂ ആണ്. കാരണം എന്താണ്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് പ്രീമിയത്തിൽ റെഡീം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. സോ ഫസ്റ്റത്തെ C ആണ്. രണ്ടാമത്തെ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? അതായത് ഡിബഞ്ചർ ക്യാൻ ബി റെഡീംഡ് ബൈ പേയ്മെന്റ് ഇൻ ലംസം അറ്റ് ദി എൻഡ് ഓഫ് എ സ്പെസിഫൈഡ് പീരിയഡ്. ഡിബഞ്ചർ നമുക്ക് ലംസം എമൗണ്ട് ആയിട്ട് പേ ചെയ്യാൻ പറ്റുന്നതാണ്. B എന്ന ഡിബഞ്ചർ കനോട്ട് ബി റെഡീം ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി. ഇത് ഫോൾസ് ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഫോൾസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഡിബഞ്ചേഴ്സ് എന്താണ് കമ്പനിയുടെ ലൈഫ് ടൈമിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ റെഡീം ചെയ്യാം. ഓക്കെ, പിന്നെ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റെഡീംഡ് ബൈ പേയ്മെന്റ് ഇൻ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റെഡീം ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ B ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കാം. ഫോർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ അൺലിസ്റ്റഡ് companies other than ഇത് debenture reserve will be considered adequate if it is 10% of value of debentures. നമുക്കറിയാം 10% ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ B ആണ് ഉത്തരം. ഇനി നാലാമത്തെ നോക്കാം. എ കമ്പനി ഹാസ് ഇഷ്യൂഡ് 6% debentures ഓഫ് 10 lakh, interest being payable on 31st March and 13th September. The company redeems 10% debentures at ₹96 on 1st August. എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓൺ ഡിബഞ്ചേഴ്സിന്റെ ക്യാൻസലേഷനിൽ എത്രയാണ് പ്രോഫിറ്റ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഇത് നോക്കാം. അതായത് ഒരു മിനിറ്റ് ഓക്കെ, സോ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത് നമ്മുടെ അടുത്ത് 10,000 റുപ്പീസിന്റെ ഡിബഞ്ചേഴ്സ് 96 റുപ്പീസിനാണ് റെഡീം ചെയ്തതെന്ന് പറയുന്നു. ഓക്കെ, 10,000 എന്ന് പറയുമ്പോൾ അതിന് 100 റുപ്പീസ് വെച്ചാണ് ഫേസ് വാല്യൂ ഇടുന്നതെങ്കിൽ 100 ഡിബഞ്ചേഴ്സ് ആണ്. 100 ഡിബഞ്ചേഴ്സ് 96 റുപ്പീസിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ എത്രയാണ്? 9,600 ആണ് വരുന്നത്. ഓക്കെ,
10,000 ഇഷ്യൂ ചെയ്ത് 9,600 റിഡീം ചെയ്യുന്നു. അപ്പോൾ എത്രയായിരിക്കും പ്രോഫിറ്റ്? 400 ആയിരിക്കും പ്രോഫിറ്റ്. സോ ബി ആണ് ഉത്തരം. ഇനി തിയറി ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പറയുന്നതാണ് എ കമ്പനി ഇഷ്യൂ 20,000 13% debentures of 100 each. The debentures are due for redemption on 1st July 2022. The term of issue of debentures provided that they are redeemable at a premium of 5%. നമുക്ക് 5% പ്രീമിയത്തിൽ redeem ചെയ്യാൻ പറ്റും. And also confirmed opinion to the debenture holders to convert 20% of their holding into equity shares. Equity shares ആയിട്ട് 20% നമുക്ക് എന്താ പറയുക കൺവേർട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഡിബഞ്ചേഴ്സ് ഹോൾഡിംഗ് 2,500 ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്തു? ഡിഡ് നോട്ട് എക്സൈസ് ദ ഓപ്ഷൻ എക്സൈസ് ചെയ്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ബാക്കിയുള്ളവർ, അതായത് ബാക്കിയുള്ള 17,500 ആൾക്കാർ ഈ ഓപ്ഷൻ എക്സൈസ്. അപ്പോൾ നമ്മുടെ എന്താണ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് എന്താണ് അലോട്ട് ചെയ്യാൻ എന്തോരം അലോട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 20,000 ആണ് നമുക്കറിയാം, കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 20,000 ഡിബഞ്ചേഴ്സ് ആണ്. ഇതിലെന്താണ് നോട്ട് കൺവേർഷന് വേണ്ടി ഓപ്റ്റ് ചെയ്യാത്ത എത്രയാണ്? 2,500 ആണ്. ഓക്കെ, അതെന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, 2,500 ഡിബഞ്ചേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഡിബഞ്ചേഴ്സ് ഓപ്റ്റ് ചെയ്യണത് 17,500 ആണ്. അപ്പോൾ ഇതിൻ്റെ 20% ആണ് എന്ത് പറയുക കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എത്രയാണ്? 3,500 ആണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി കൺവേർട്ട് ചെയ്യണത്തെയാണ് 5% പ്രീമിയത്തിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രീമിയം ഓൺ റിഡംഷൻ എത്ര വരും? 3,500 ഇൻറ്റു 100 + 5, അതിൻ്റെ 5%. അപ്പോൾ 3,67,500 ആണ് പ്രീമിയം വരുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർസ് എന്തോരാണ്? അതായത് 3,500 ഇൻറ്റു 105, അത് അത്രയും എമൗണ്ട്, അതായത് 3,67,500 ആണ് നമുക്ക് എന്താ പറയുക റിഡംഷന് കൺവേർട്ട് ചെയ്യാനുള്ള ഡിബഞ്ചേഴ്സ്. ഇത്രയും വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? ഒരു ഷെയറിന് 15 രൂപ വെച്ചിട്ടാണ്, അതായത് 5 രൂപ എന്താ പറയുക പ്രീമിയം ആയിട്ട്. അപ്പോൾ ഏകദേശം 24, അപ്പോൾ 3,67,500 ഡിവൈഡ് ബൈ 15, അങ്ങനെ 24,500 ഷെയർസ് ആണ് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ഇലസ്ട്രേഷനിൽ കണ്ടതാണ്. പിന്നെ ആകെയുള്ള അതും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതാണ്. ഇവിടെ 2,500 ഡിബഞ്ചേഴ്സ് ഡി നോട്ട് എക്സൈസ് ഓപ്ഷൻ ആണ്, മറ്റേടത്ത് 20,000 ഡിബഞ്ചേഴ്സ് ഓപ്ഷൻ എക്സൈസ് ചെയ്തു എന്നാണ്. ഈ ഒരു ഡിഫറൻസ് ആ ഒരു ഇലസ്ട്രേഷനും ഇതും തമ്മിലുള്ളൂ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ലിബ്ര ലിമിറ്റഡ് റീസെന്റ് മേഡ് എ പബ്ലിക് ഇഷ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഫോളോയിങ് ഇൻഫർമേഷൻ അവൈലബിൾ. അതായത് എന്താണ് നമ്പർ ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് 2 lakh ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഷ്യൂ പ്രൈസ് 100 വെച്ചിട്ട് 2 lakh, അപ്പോൾ ഏകദേശം 2 crore വാല്യൂ വരുന്ന കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അതായത് കൺവേർട്ടബിൾ പോർഷൻ ഈ ഡിബഞ്ചേഴ്സിൽ 60% നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഈ കൺവേർഷൻ എന്താണ് ഒരു ലിമിറ്റ് വന്നിട്ടുണ്ട്, അതായത് എക്സ്പയറി ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഇഷ്യൂ ക്ലോസ് ചെയ്തിട്ട് 6 monthsനുള്ളിൽ നമ്മളിത് ചെയ്യണമെന്ന്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഡേറ്റ് ഓഫ് ക്ലോഷർ വരുന്നത് 1/5/2021 ആണ്. അലോട്ട് ചെയ്യുന്നത് 1/6/2021 ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 15% പേയബിൾ ആണ്. അതായത് അലോട്ട്മെന്റ് ഡേറ്റ് മുതലാണ് അത് പേയബിൾ ആയിട്ട് വരുന്നത്. വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഫോർ ദ പർപ്പസ് ഓഫ് കൺവേർഷന്റെ പർപ്പസിന് വേണ്ടിയുള്ള ഇത് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ₹60 വെച്ചിട്ടാണ്. അതായത് 10 രൂപ ഫേസിലും 50 രൂപ എന്താ പറയുക സെക്യൂരിറ്റീസ് പ്രീമിയം. ഫുൾ ഡിബഞ്ചേഴ്സ് എന്താ പറയുക അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ 60% നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ എന്താണ് റെലവൻറ്റ് ജേർണൽ എൻട്രി, എല്ലാ ട്രാൻസാക്ഷനുള്ള ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം. സോ ആദ്യം എന്താണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ വരും അല്ലേ, അതായത് ഡിബഞ്ചറിന് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് 2 crore വെച്ചിട്ട് എന്താണ് ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ 2 crore. അപ്പോൾ എന്താണ് ഇഷ്യൂ നടന്നു. എന്താണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡിബഞ്ചേഴ്സിലേക്ക് ആക്കണം. ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ആപ്ലിക്കേഷൻ അക്കൗണ്ട് 15% ഡിബഞ്ചേഴ്സ് വെച്ചിട്ട് വന്നിട്ട് നമ്മൾ എന്താണ് പറയുക 1/6/2021 എന്താ പറയുക ഡിബഞ്ചേഴ്സ് നമ്മൾ അലോട്ട് ചെയ്തു. ഇനി എന്താണ് നമ്മൾ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് 15% എന്താണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, സോ എത്രയാണ് 2 crore 15% വെച്ചിട്ട് 40%.
കാരണം എന്താണ് ബാക്കി, അതായത് എന്താണ് ഇവിടെ 60% എന്താണ് ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കി 40% റെഡീം ചെയ്യാനുള്ളതിനാണ് നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് കാണിക്കേണ്ടത്. ബാക്കി എന്താണ്, ബാക്കി ഓൾറെഡി കൺവേർട്ട് ചെയ്യാനുള്ളത്, അതിന് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റേണ്ടതില്ല. റെഡീം ചെയ്യണതിനാണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. സോ എന്താണ് 40%, അതായത് 2 crore into 15% into 40%. അപ്പോൾ 12 lakh ആണ് എന്ത് പറയുക ഇൻവെസ്റ്റ്മെന്റ് ഡിബെഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് ഡിബെഞ്ചർ ഇൻട്രസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് എന്താണ് സെപ്റ്റംബർ 30 ആയപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി. അതൊക്കെയാണ് നമുക്ക് ഇഷ്യൂ ചെയ്തതെന്നാണ് 1/5 അപ്പൊ അത് മുതൽ 30/9 വരെ അങ്ങനെ 4 മാസത്തെ അപ്പൊ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 2 crore 15% into 4/12. അപ്പൊ 10 lakh വെച്ച് ഇൻട്രസ്റ്റ് നമ്മൾ എന്താ പറയുക അവർക്ക് പേ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് 31/10 എന്നാണ് ഈ 60% നമ്മൾ എന്ത് ചെയ്തു കൺവേർഷൻ നടത്തണം അല്ലെ. അപ്പൊ എന്താണ് 15% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 1 crore, അതായത് 2 crore 60% എന്ന് പറയുമ്പോൾ 1 crore 20 lakh. സോ അത്രയും ഡിബെഞ്ചേഴ്സ് എന്താണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. എത്ര വെച്ചിട്ടാണ്, അതായത് നമ്മുടെ അടുത്ത് പറയുന്നത് 1 crore 20 lakh ഡിവൈഡ് ബൈ 60 ആണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 2 lakh എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 2 lakh ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൽ 10 രൂപ വെച്ചിട്ടാണ് എന്താ പറയുക ഫേസ് വാല്യൂ വരുന്നത്. അപ്പോൾ 20 lakh ഫേസ് വാല്യൂ, ബാക്കിയുള്ളത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും പോകും. 1 crore സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും പോകും. സോ അങ്ങനെ എന്താണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. പിന്നെന്താണ് നമ്മൾ എന്താണ് പിന്നെ വരുന്നത് ആ കൊല്ലം വരുന്ന പിന്നെ ഒരു എൻട്രി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഹാഫ് ഇയർലി ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഇൻട്രസ്റ്റ്. ഒരു ഹാഫ് ഇയർലി, അതായത് ഒരു 6 മാസം 31st മാർച്ചിൽ ഇൻട്രസ്റ്റും കൂടി പേ ചെയ്യാനുണ്ട്. സോ അത് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് 7,50,000. ഓക്കെ, അത് വേറെ ഒന്നല്ല, എന്താ അതെന്താണ് അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം എന്താണ് 80 lakhനാണ്, അതായത് ബാക്കി 1 crore 20 എന്നാണ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള എന്താ പറയുക 80 lakhന് വേണ്ടിയാണ് എന്താ പറയുക 6 months 80 lakhന് വേണ്ടി നമ്മൾ എന്താണ് 6 lakh കണ്ടുപിടിക്കുക. പക്ഷെ എന്താണ് അതിൽ ഒരു മാസം എന്താണ് നമ്മൾ ഇതിന്റെ കൺവേർഷൻ നടന്ന ഡേറ്റ് നോക്കാം 31/10/2021 അതായത് കഴിഞ്ഞ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ഒരു മാസം കൂടി ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ 1,20,00,000 ഒരു മാസത്തെ ഇൻട്രസ്റ്റും കൂടി കിട്ടണമല്ലോ. ഓക്കെ, സോ ആ എമൗണ്ടും കൂടി എന്താണ് ആ ഒരു മാസത്തെ ഇൻട്രസ്റ്റും കൂടി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് സംഭവത്തുള്ളൂ 1,20,00,000 നമുക്ക് എന്താണ് ഒരു മാസം കൂടി ഡിബെഞ്ചേഴ്സ് അവിടെ നമ്മളെ കമ്പനിയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 1,20,00,000 ഒരു മാസത്തെ ഇൻട്രസ്റ്റ്, പിന്നെ എന്താണ് ബാക്കിയുള്ളത് എന്താണ് 80 ലക്ഷത്തിന് 6 മാസത്തെ ഇൻട്രസ്റ്റും വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 7,50,000 ആണ് ആ മാസത്തെ, അതായത് മാർച്ച് 31st പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് കേസ് ലിമിറ്റഡ് എന്ത് ചെയ്തു കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതായത് എന്താണ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ 30,000 വെച്ച് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 1,62,000 വരുന്നുണ്ട്. ഡിബെഞ്ചേഴ്സ് 1,80,000 വരുന്നുണ്ട്. ട്രേഡ് പേബിൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ് പറയുന്നത് എന്താണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് 1 ഷെയർ, അതായത് റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അതായത് എന്താണ് 1 ഷെയർ ഫോർ എവറി 4 ഷെയർ ഹെൽഡ് ചെയ്തതിന് 1 ഷെയർ വെച്ചിട്ട് എന്താ പറയുക റൈറ്റ് ഇഷ്യൂ നടത്തിയായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഇഷ്യൂവിന്റെ എൻട്രീസ് ഇവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. 5 rupees പ്രീമിയം നമ്മൾ കൊടുക്കണം. പിന്നെ എന്താണ് ബോണസ് ഷെയർ പറഞ്ഞിട്ടുണ്ട് 1 ബോണസ് ഷെയർ ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ്. പിന്നെന്താണ് ഡിബെഞ്ചർ പറഞ്ഞിട്ടുണ്ട് 3% ഡിബെഞ്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് ഇവിടെ നമ്മൾ ഓക്കെ ഇവിടെ ഓൾറെഡി DR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പിന്നെ അത് ആഡിക്കേറ്റ് ആണോ എന്ന് നോക്കാം. ആഡിക്കേറ്റ് ഓക്കെ ഇവിടെ ആഡിക്കേറ്റ് ആണെന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത്. സോ എന്താണ് അപ്പോൾ വേറെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്താ പറയുക നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് റിഡംഷന്റെ സമയത്ത്. പിന്നെ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് 18,000 വെച്ചിട്ടുണ്ട്. അതും അഡിക്കേറ്റ് ആണോ എന്ന് നോക്കാം. കാരണം ഡിബെഞ്ചേഴ്സ് ഓക്കെ 1,80,000 ആണ്, അതിന്റെ 10% 18 lakh ആണ്, അല്ല 18,000 ആണ്, കുഴപ്പമില്ല. പിന്നെ എന്താണ് പിന്നെ 1,80,000യുടെ 15% വരുമ്പോൾ 27,000. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ വേറെ അഡീഷണൽ ഡിബെഞ്ചർ റിസർവോ ഇൻവെസ്റ്റ്മെന്റോ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇതിന്റെ റിഡംഷൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മൾ ഇതിന്റെ ഇതേപോലെ തന്നെ സെയിം പോലത്തെ ഒരു ഇലസ്ട്രേഷൻ ആണ് നമ്മുടെ
ഈ ചാപ്റ്ററിലെ അവസാനത്തായിട്ടുള്ള 5ാമത്തെ ഇല്ലസ്ട്രേഷൻ. ഓക്കെ, സോ ഇത് ഞാൻ ഇനി ഇവിടെ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ എന്താ ജസ്റ്റ് ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ആ ലാസ്റ്റ് ഇല്ലസ്ട്രേഷൻ, നമ്മുടെ ബുക്സിലെ ഏറ്റവും ലാസ്റ്റത്തെ ഇല്ലസ്ട്രേഷൻ്റെ സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ആ മോഡലിൽ നിങ്ങളൊന്ന് വീട്ടിൽ ജസ്റ്റ് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. സോ എന്താണ്, അപ്പോൾ നമ്മുടെ എന്താണ് ചാപ്റ്റർ 11 അങ്ങനെ ഇവിടെ ക്ലോസ് ആയിരിക്കുകയാണ്. യൂണിറ്റ് 6 ആയിരുന്ന ഏറ്റവും ലാസ്റ്റത്തെ യൂണിറ്റ്, അങ്ങനെ ചാപ്റ്റർ 11 നമ്മുടെ ഇവിടെ ഈ ഒരു ക്ലാസ്സോടുകൂടി ഏകദേശം എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞു, അതായത് നമ്മൾ എന്താ പറയുക ഷോർട്ട് നോട്ട്സ് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒറ്റ യൂണിറ്റ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഞാൻ പറഞ്ഞത് ഏറ്റവും അവസാനം 11th ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഷോർട്ട് നോട്ട്സ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി എന്താണ് നമ്മുടെ ഷോർട്ട് നോട്ട്സും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ചാപ്റ്റർ 11 കമ്പനീസ് അക്കൗണ്ട്സ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് കമ്പനീസ് അക്കൗണ്ടിന് ഇൻട്രൊഡക്ഷനെ പറ്റിയാണ്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ ഫോംഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ബൈ ദ കമ്പനീസ് ആക്ട്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വേറെ ഏതെങ്കിലും ഇതിന് മുമ്പുള്ള പ്രീവിയസ് കമ്പനീസ് ലോസിൻ്റെ കീഴിൽ എന്താ പറയുക ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ആണ്, കോമൺ സീലാണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പിന്നെ എന്താണ്, ഒരു നാച്ചുറൽ സിറ്റിസൺ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പിന്നെ എന്താണ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി. പിന്നെ എന്താണ്, പീരിയോഡിക് ഓഡിറ്റ് നടത്തണം, മാൻഡേറ്ററി ആണ്. പിന്നെന്താണ്, റൈറ്റ് ഓഫ് ആക്സസ് ടു ഇൻഫർമേഷൻ ഡയറക്ടേഴ്സിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടെ ഇൻഫർമേഷൻ കമ്പനിയിൽ നിന്ന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന്. പിന്നെ ടൈപ്സ് ഓഫ് കമ്പനി നമ്മൾ കണ്ടു, ഗവൺമെൻറ് കമ്പനി, ഫോറിൻ കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 person കമ്പനി, സ്മോൾ കമ്പനി, ലിസ്റ്റഡ് കമ്പനി, അൺലിസ്റ്റഡ് കമ്പനി, കമ്പനി ലിസ്റ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിസ്റ്റഡ് ബൈ ഗ്യാരണ്ടീസ്. ഈ ടൈപ്സ് ഓഫ് കമ്പനീസിനായിരിക്കും നോർമലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്താണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ മെയിൻലി ചോദിക്കാൻ ചാൻസ്. പിന്നെ ഹോൾഡിങ്ങും സബ്സിഡറി കമ്പനിയും ഉണ്ട്. പിന്നെ എന്താണ്, കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ കമ്പനീസും എന്താണ് ബുക്സും ഫിനാൻഷ്യൽസും അക്രൂവൽ ബേസിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് രജിസ്റ്റേർഡ് ഓഫീസിൽ കീപ്പ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പിന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, പിന്നെ എന്തെങ്കിലും ബാക്കി എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഉണ്ടെങ്കിൽ അതും. പിന്നെ എന്താണ്, സ്മോൾ കമ്പനി, 1 person കമ്പനി, ഡോർമെന്റ് കമ്പനി, ഇവർക്ക് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാൻഡേറ്ററി അല്ല. പിന്നെ എന്താണ്, കമ്പനീസ് ആക്ട് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം കമ്പനി കംപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, ജസ്റ്റ് റെഫർ ചെയ്യുക. പിന്നെ യൂണിറ്റ് 2, അതായത് ഇഷ്യൂ ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ ഇഷ്യൂ ചെയ്യുന്നതും ഫോർഫീറ്റ് ചെയ്യുന്നതും റീ ഇഷ്യൂ നടത്തുന്നതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ പല ഇൻഡിവിജ്വൽ യൂണിറ്റ്, സ്മോളർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ട് എന്താ പറയുക ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക ഷെയർ എന്ന് പറയുന്നത്. ഒരു ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് വരെ ലിമിറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് പുള്ളി ഒരു പൈസ പോലും കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ എന്താണ്, ഓതറൈസ് ഷെയർ ക്യാപിറ്റലായിട്ടും ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ഷെയർ ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ, ഇങ്ങനെ 6 ടൈപ്പ് ഓഫ് ഡിവിഷൻ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഷെയർസിൻ്റെ ടൈപ്സ് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, 2 ടൈപ്പ് ഓഫ് ഷെയർസ് ആണോ കമ്പനിയിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ യൂഷ്വലി എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇഷ്യൂ നടത്തുമ്പോൾ 5% ആപ്ലിക്കേഷൻ മണി അറ്റ്ലീസ്റ്റ് 5% അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് 5% ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ മണി ആയിട്ട് കാണിക്കേണ്ടത്. പക്ഷേ സെബി റെഗുലേഷൻ പ്രകാരം അത് 25% കുറയാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ജേർണൽ എൻട്രീസ് ആണ് പറയുന്നത്. ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ എൻട്രി ഇടാൻ നമ്മൾ
എന്താ പറയുക ജേർണൽ എൻട്രി ആയിട്ട് വരേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ്. പിന്നെ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന എൻട്രി പാസ് ചെയ്യണം. പിന്നെ എന്താണ് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് വരണം. ടു കോൾ ആദ്യത്തെ കോൾ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് കോൾസ് ഒക്കെ കോൾ ചെയ്യുമ്പോൾ എന്താണ് ഏത് കോളാണോ അത് ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് ഷെയർ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നും അതിൻ്റെ മണി റിസീവ് ചെയ്യുമ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എൻട്രിയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഷെയർസ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം. അതെന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്താണ് നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട്, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്, പിന്നെ എന്താണ് എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ ഡിസ്കൗണ്ട് അലോഡൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാൻ, ബാക്കി വേറെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എക്സ്പെൻസ് കമ്മീഷനും ഡിസ്കൗണ്ടൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്താണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രീമിയം ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രീമിയം നമുക്ക് എന്താണ് റെഡീം ചെയ്യാൻ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാം. പക്ഷേ എന്താണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ റിഡംഷൻ്റെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് സെക്ഷൻ 133 കംപ്ലൈ ചെയ്യുന്ന കമ്പനീസിന് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഓക്കെ, സോ ഫോർത്ത് പോയിന്റ് ജസ്റ്റ് എന്താ പറയുക സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ ഉപയോഗം തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കുക. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ഒരിക്കലും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്താ പറയുക പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡീംഷന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പിന്നെ എന്താണ് ഓൺ ഷെയർസും അതോ സെക്യൂരിറ്റീസും പർച്ചേസ് ചെയ്യാനും നമുക്ക് എന്താ പറയുക സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാം. പിന്നെ പറയുന്നത് എന്താണ് ജേർണൽ എൻട്രീസിൽ പ്രീമിയം എമൗണ്ട് ആപ്ലിക്കേഷൻ മണി പ്രീമിയം ആയിട്ട് എന്താ പറയുക ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ മണി കിട്ടിയ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. പിന്നെ എന്താണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് വരും ടു ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ വേണം ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പ്രീമിയം ഉള്ള കേസിൽ. ഇനി അലോട്ട്മെന്റ് മണിയുടെ സമയത്താണ് പ്രീമിയം കിട്ടുന്നതെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇവിടെ ആയിരിക്കും അലോട്ട്മെന്റിന്റെ എൻട്രിയിലായിരിക്കും സെക്യൂരിറ്റീസ് പ്രീമിയം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ എമൗണ്ട് എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്, അത് ഫുൾ എമൗണ്ട് ഇൻക്ലൂഡിങ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ പ്രോറാറ്റ് അലോട്ട്മെന്റ് നമ്മൾ കണ്ടു. അതായത് എന്താ പറയുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്ന കേസുണ്ട്. ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ നമുക്ക് എല്ലാ എന്താ പറയുക ഷെയർസിനും എന്താ പറയുക അലോട്ട്മെന്റ് നടക്കില്ല, അപ്പോൾ റിജക്ഷൻ വരും. സോ റിജക്ട് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ മണി നമ്മൾ റിട്ടേൺ ചെയ്യും. പ്രോറാറ്റ് അലോട്ട്മെന്റിലാണെങ്കിൽ എന്താ പറയുക ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, അതായത് ആപ്ലിക്കേഷന്റെ എമൗണ്ട് നമ്മൾ എന്താ ചെയ്തു ഷെയർ അലോട്ട്മെന്റിലേക്ക് കുറച്ച് മാറ്റിയതായിട്ടും കാണുന്നു. പിന്നെ കോൾസ് ഇൻ അരിയേഴ്സ് കോൾസ് ഇൻ അഡ്വാൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഷെയർ കോൾ ചെയ്തു പക്ഷെ അതെന്താണ് നമുക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ള കേസാണെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സ് ഡെബിറ്റ് ചെയ്യുക, പിന്നെ കിട്ടിയ എമൗണ്ട് ബാങ്കിലേക്ക് ഡെബിറ്റ് ചെയ്യുക, ബാക്കി ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ കോൾസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഇനി അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അതിൻ്റെ കോളിൻ്റെ സമയമാകുമ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ടു പർട്ടിക്കുലർ കോൾ, ഏത് കോളാണോ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് ഫോർ ഫീച്ചർ ഷെയർസ് ഫോർ ഫീച്ചർ ചെയ്യുമ്പോൾ ഫോർ ഫീച്ചർ എപ്പോഴാണ് വരുന്നത് നമ്മൾ കോൾ ചെയ്തു പക്ഷെ എന്താണ് അവർ ആ കോൾ മണി അടയ്ക്കാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഷെയർസ് ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണ്. സോ ഫോർ ഫീച്ചർ എന്താണ് അറ്റ് പാറിലാണെങ്കിൽ എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഫോർ ഫീച്ചർ ഷെയർ അക്കൗണ്ട്, അതായത് കിട്ടാത്ത എമൗണ്ട് എത്രയാണ് അത് ഫോർ ഫീച്ചർ ഷെയറിലേക്ക്. പിന്നെ എന്താണ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക് അതല്ല, ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടിയത് അതാണ് ഫോർ ഫീച്ചർ ഷെയർ അക്കൗണ്ടിലേക്ക് വേണ്ടത്. പിന്നെ ഏതൊക്കെ കോളാണ് നമ്മൾ എന്താ പറയുക ഡിഫോൾട്ട് വന്നേക്കുന്നത് അതെന്താണ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ അങ്ങനെയുള്ള രീതിയിൽ. കിട്ടാത്തതാണ് എന്താ പറയുക നമ്മൾ ബൈ നെയിം നമ്മൾ അതിനെ ഡ്യൂ എൻട്രി ആക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രീമിയം എമൗണ്ട് അതായത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ഫൈനൽ കോൾ ടു ഫോർ ഫീച്ചർ ഷെയർ, അങ്ങനെയായിരിക്കും എൻട്രി പാസ് ചെയ്യാൻ പോകുന്നത്. ഇനി പറയുന്നത് റേഷ്യോ ഫോർ ഫീച്ചർ ഷെയർസിനെ പറ്റിയാണ്.
അതായത് ഫോർഫീച്ചർ ഷെയർസിന് നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി എന്ന് പറയാം. അതായത് ബാങ്ക് ഓൺ ഡെബിറ്റ് ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എൻട്രി പാസ് ചെയ്യാനായിട്ട്. അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് നമ്മൾ പിന്നെ റീഇഷ്യൂ ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ എന്താണ് ഫോർഫീറ്റർ ഷെയറിന് അതുപോലെ തന്നെ ഈ ഫോർഫീറ്റർ ഷെയർസ് എന്ന് പറയുന്ന അതിന്റെ ബാലൻസ് നമ്മൾ അവസാനം ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ക്യാഷിനല്ലാതെ നമ്മൾ എന്താ പറയുക ഇപ്പോൾ അസെറ്റ് വാങ്ങുമ്പോൾ അങ്ങനത്തെ ഉള്ള കേസിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് പറയുന്നത്. സോ എന്താണ് സിമ്പിളാണ്. നമ്മൾ അസെറ്റ് എന്താണ് നമ്മുടെ ബുക്സിലേക്ക് വരും. അപ്പോൾ അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ. സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രെഡിറ്റ് വരും. ഓക്കെ, സോ അങ്ങനെ ഇതൊക്കെയാണ് എന്താ പറയുക നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ കണ്ടത്. ഞാൻ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എന്തായിരുന്നു നമ്മുടെ ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂവിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ എന്താണ് ഡിബഞ്ചേഴ്സ് സ്റ്റോക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അതായത് ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ് ഒരു ലോൺ. ആ ലോണിനുള്ള നമ്മൾ എന്താണ് കമ്പനിക്ക് ലോൺ ഔട്ട്സൈഡ് പാർട്ടീസിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, സോ അതിനൊരു ഡോക്യുമെന്റിന്റെ എവിഡൻസ് ആണ് ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെന്താണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താണ് ഇൻട്രസ്റ്റ് എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റഡ് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഇസ് റീപെയ്ഡ്. അതായത് ഫ്യൂച്ചർ സ്പെസിഫൈഡ് ഡേറ്റിൽ നമ്മൾ എന്താണ് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ വാങ്ങിച്ച ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ റീപേ ചെയ്യുന്നു. പിന്നെന്താണ് ഇറ്റ് മേ ഓർ മേ നോട്ട് ക്രിയേറ്റ് എ ചാർജ് ഓൺ ദ സെറ്റ്. അസെറ്റിൽ വേണമെങ്കിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിരിക്കാം. പക്ഷേ ചാർജ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആക്ടിന്റെ കീഴിൽ ചാർജ് ക്രിയേറ്റ് ചെയ്താലേ ഇതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്താണ് ഇറ്റ് ക്യാൻ ജനറലി ബോട്ട് ഓർ സോൾഡ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വാങ്ങിക്കാനും അതുപോലെ സെയിൽ ചെയ്യാനും പറ്റും. പിന്നെ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, ബിയർ ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഫസ്റ്റ് മോർഗേജ് ഡിബഞ്ചർ ഉണ്ട്, സെക്കൻഡ് മോർഗേജ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് എന്താണ് ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എന്താണ് ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ എന്താണ് ബാങ്ക് ഓൺ ഡെബിറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ മണി എന്താണ് നമ്മൾ ഡിബഞ്ചറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഏത് ഡിബഞ്ചറാണ് ആ പെർസെൻറ്റേജ് വെച്ചിട്ട് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ എന്താണ് ഡിബഞ്ചർ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. റിസീവ്ഡ് മണി റിസീവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് തന്നെ. പിന്നെന്താണ് ഈ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെന്താണ് ഡിബഞ്ചേഴ്സ് പാർ അല്ലെങ്കിൽ റിഡീമബിൾ അറ്റ് പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സോ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് ഏതാണോ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. പിന്നെന്താണ് കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യുക ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും പ്രീമിയം എമൗണ്ട്. പിന്നെ ഡിബഞ്ചർ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, റിഡീമബിൾ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെന്താണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിൽ തന്നെ റിഡീം ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് ബേസിലാണെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ. അഥവാ ബാങ്ക് ഓൺ ഡെബിറ്റ് ക്യാഷ് റിസീവ് ബാങ്ക് ഓൺ ഡെബിറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എമൗണ്ട്. എക്സസ് എമൗണ്ട് എന്താ പറയുക റീഫണ്ട് ചെയ്യണ കേസിൽ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ഓൺ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അത് റീഫണ്ട് നമ്മൾ കൊടുക്കണം. എക്സസ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താണ് ഡിബഞ്ചേഴ്സ് ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എൻട്രി പാസ് ചെയ്യുന്നു. പിന്നെ അലോട്ട്മെന്റ് മണി കോൾ ചെയ്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് നമ്മൾ എക്വിറ്റി ഷെയർസ് കണ്ടേക്കുന്ന അതേപോലത്തെ രീതിയിൽ കോൾ ചെയ്തിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്താ പറയുക എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള കേസാണ് ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഡിബഞ്ചർ എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്. പിന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ കോൾസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ. പിന്നെ എന്താണ് ആ എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ കോൾസ്. പിന്നെ എന്താണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. പിന്നെ എന്താണ് ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ. അങ്ങനത്തെ ഒക്കെ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് രണ്ട് മെത്തേഡാണ് നമ്മൾ എന്താ പറയുക
യൂസ് ചെയ്യുന്നത്. ഒന്നിലെന്താണ് അതായത് കൊളാട്രൽ സെക്യൂരിറ്റി ഡിബഞ്ചേഴ്സ് എന്താ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് രണ്ട് മെത്തേഡാണ്. ഒന്നെന്താണ് നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്യൽ എന്താണ് ജസ്റ്റ് ഡിസ്ക്ലോഷർ നോട്ട്സ് ഓഫ് അക്കൗണ്ട്സിലെ ഡിസ്ക്ലോഷർ മാത്രമേ ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ മെത്തേഡിൽ എന്താണ് നമ്മളൊരു എൻട്രി പാസ് ചെയ്യുക, അതായത് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 2% ഡിബഞ്ചർ അക്കൗണ്ട്. അതെന്താണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി എന്തെങ്കിലും ലോൺ എടുക്കാനൊക്കെ ആയിട്ട് കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു രണ്ടാമത്തെ മെത്തേഡിൽ ഈ ഒരു എൻട്രി പാസ് ചെയ്യുന്നു. പിന്നെന്താണ് ഡിബഞ്ചേഴ്സ് എന്താ പറയുക ക്യാഷിന് പകരം അസറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സോ അസറ്റ് വാങ്ങുമ്പോൾ എന്തായിരിക്കും സൺട്രി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു വെൻഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്യും. ഈ വെൻഡേഴ്സിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് വെൻഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എൻട്രി പാസ് ചെയ്യും. പിന്നെന്താണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അത് P&Lലേക്ക് നമ്മൾ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിബഞ്ചേഴ്സിന് എന്താണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ഉള്ള എൻട്രി ആണ്, അതായത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്യൂ എൻട്രി പാസ് ചെയ്യും. പിന്നെ ഇതിന്റെ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് എന്താണ് TDS കൂടി വരും. യൂഷ്വലി ഇൻട്രസ്റ്റ് 194A പ്രകാരം TDS ആപ്ലിക്കബിൾ ആണ്. അപ്പൊ എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു TDS പേയബിൾ ടു ബാങ്ക്. ഓക്കെ, സോ ഇങ്ങനെയാണെന്ന് പറയുക. ഇതാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ കണ്ടത്. ഓക്കെ, സോ ഇനി എന്താണ് നമ്മൾ യൂണിറ്റ് 4 ആണ് കാണുന്നത്. അതെന്താണ് ബോണസ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ അതിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യും, ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ, സോ എന്താണ് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് എന്താണ് ബോണസ് ഇഷ്യൂ എന്തിന്നൊക്കെ നമുക്ക് എന്താ പറയുക ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രീ റിസർവ്സ് ഉപയോഗിച്ചിട്ട് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം, പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഈ 3 എന്താ പറയുക കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റുകയുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം എന്താ പറയുക നമുക്ക് ബോണസ് ഇഷ്യൂ നടത്തണമെങ്കിൽ ആദ്യം തന്നെ എന്താണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് ഫുള്ളി പേയ്ഡ് ആക്കണം. വേണമെങ്കിൽ നമുക്ക് ബോണസ് ആയിട്ട് തന്നെ എന്താ പറയുക നമ്മുടെ അൺയൂട്ടിലൈസ്ഡ് പ്രോഫിറ്റ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഈ അൺപെയ്ഡ് ഷെയർസിന് നമുക്ക് എന്താ ഫുള്ളി പെയ്ഡ് പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് നമുക്ക് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ എന്താണ് അങ്ങനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ ഫ്രീ റിസർവ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ബോണസ് ഇഷ്യൂ വേണ്ടി സാങ്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു ഡ്യൂ എൻട്രി പാസ് ചെയ്യും. അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നിന്നും സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നും ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ ഇത്രയും അക്കൗണ്ടുകളുടെ ബാലൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് ടു ബോണസ് ഷെയർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ഈ ഒരു ഓർഡർ പ്രയോറിറ്റി ബേസിലായിരിക്കും നമ്മൾ എന്താ പറയുക ഫ്രീ റിസർവ്സിലെ കാര്യങ്ങളൊക്കെ റിസർവ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എൻട്രി പാസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താണ് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്താ പറയുക അൺറിസർവ്ഡ് അതായത് നമ്മുടെ ഫ്രീ റിസർവ്സ് നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ അതിന്റെ എൻട്രിയാണ് ഇവിടെ പറയുന്നത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഫൈനൽ കോൾ എൻട്രി ഡ്യൂ ആക്കുകയാണ്. അപ്പോൾ എന്താണ് ഫൈനൽ കോൾ ടു ഷെയർ കോൾ, കാരണം എന്താണ് പാർട്ട്ലി പെയ്ഡ് ആണല്ലോ, അപ്പോൾ ഫൈനൽ കോൾ വെച്ചാൽ ഫുള്ളി പെയ്ഡ് ആക്കാൻ പറ്റുള്ളൂ. ഈ ഫൈനൽ കോളിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഫൈനൽ കോൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ആയി. ഇനി പറയുന്നതാണ് റൈറ്റ് ഇഷ്യൂ, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് നമ്മളൊരു ഫ്രഷ് ഇഷ്യൂ ഷെയർസ് നമ്മൾ ഫ്രഷ്ലി ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർസ് എന്താണ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ, അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് വേണമെങ്കിൽ എന്താ പറയുക ആ റൈറ്റ് ഇഷ്യൂ വേറൊരു പാർട്ടിക്ക് പൈസയ്ക്ക് ഒരു എമൗണ്ടിന് അവർക്ക് എന്താ പറയുക അത് റിനൗൺസും ചെയ്യാൻ, അതായത് കൈമാറാനുള്ള അവകാശമുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ് ഈ റൈറ്റ് ഇഷ്യൂവിന് കുറച്ച് എക്സംഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും റൈറ്റ് ഇഷ്യൂ വഴി ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോൾ റൈറ്റ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഈ താഴെ പറയുന്ന കേസസിൽ ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തണം എന്ന് നിർബന്ധമില്ല. അതൊന്നാമത്തത് എംപ്ലോയീസിന് ESOP സ്കീം വഴി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ. പിന്നെ എന്താണ് എനി പേഴ്സൺ ക്യാഷ് ഓർ കൺസിഡർ ക്യാഷ്, അതായത് ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് പ്രകാരം നമ്മൾ പ്രൈസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. പിന്നെന്താണ് ഡിബഞ്ചേഴ്സിന്റെ ഡിബഞ്ചേഴ്സ് കൺവേർട്ടബിൾ ചെയ്യാനായിട്ട് പോർട്ടിംഗ് ഓപ്ഷൻ ബൈ ഇക്വിറ്റി, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസ് എന്താ പറയുക വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു കേസിലും
റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്നില്ല. പിന്നെന്താണ് ഗവൺമെന്റ് ചില സ്പെഷ്യൽ കേസിൽ ഗവൺമെന്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ലോൺ അത് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർസ് ആക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ഇഷ്യൂ പ്രൊവൈഡ് ചെയ്യണം എന്നില്ല. ഓക്കെ. പിന്നെ പറയുന്നതാണ് ബുക്ക് വാല്യൂ ഓഫ് ഷെയർ. ബുക്ക് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നെറ്റ് വർത്ത് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഓക്കെ. പിന്നെന്താണ് ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന എൻട്രി ആണ്. പിന്നെന്താണ് ഇൻ കേസ് പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ യൂണിറ്റിൽ പറയുന്നത് എന്താണ് പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ആണ്. ഓക്കെ. നമുക്ക് പ്രിഫറൻസ് ഷെയർസ് 2 ടൈപ്പിൽ റിഡീം ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഇനി അതല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ വഴി നമുക്ക് എന്താ പറയുക റിഡംഷൻ നടത്താൻ പറ്റും. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്നാണ് നമുക്ക് റിഡീം ചെയ്യാം. പക്ഷെ എന്താണ് 20 ഇയേഴ്സിനുള്ളിൽ റിഡീം ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. പിന്നെന്താണ് റിഡീം ചെയ്യുന്ന സമയത്ത് കുറച്ച് പോയിന്റ്സ് നോക്കാനുണ്ട്. അതായത് നോ ഷെയർസ് ക്യാൻ ബി redeem except out of divisible or distributable profit or out of fresh issue of shares. അപ്പോൾ അത് നേരത്തെ പറഞ്ഞാൽ ഈ 2 മെത്തേഡ് വഴിയൊക്കെ നമുക്ക് എന്താ പറയുക റിഡംഷൻ നടത്താൻ പറ്റുകയുള്ളൂ. പിന്നെ എന്താണ് ഫുള്ളി പെയ്ഡ് ഷെയർസ് അല്ലെങ്കിൽ നമുക്ക് അത് എന്താ റിഡീം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുള്ളി പെയ്ഡ് അല്ലെങ്കിൽ ഫൈനൽ കോൾ വിളിച്ച് അത് ഫുള്ളി പെയ്ഡ് ആക്കിയതിന് ശേഷമേ നമുക്ക് അതിൻ്റെ റിഡംഷൻ നടത്താൻ പറ്റുകയുള്ളൂ. പിന്നെ നമുക്കറിയാം സെക്ഷൻ 133 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നത് അതായത് പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ്റെ അതെന്താണ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കാരണം ആ കമ്പനി സെക്ഷൻ 133 പ്രകാരം ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ. പിന്നെ പറയുന്നത് എന്താ പറയുക ഷെയർസ് എന്താണ് റിഡീം ചെയ്യേണ്ടത് എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റിന്റെ ഇതിൽ നിന്നാണ് നമുക്ക് റിഡീം ചെയ്യുക. പക്ഷെ അങ്ങനെ റിഡീം ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ നോമിനൽ വാല്യൂ എന്ത് ചെയ്യണം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ്. അത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കണ്ടതാണ്. പിന്നെ നമ്മൾ മെത്തേഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്. 3 മെത്തേഡാണ് പറഞ്ഞത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ എന്താണ് ഇതിന്റെ അക്കൗണ്ടിങ് എൻട്രീസ് ആണ്. ഓക്കെ. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓക്കെ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ. ഇനി അതായത് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് ഓക്കെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ എന്താണ് ന്യൂ ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു ഇക്വിറ്റി പ്രീമിയം അക്കൗണ്ട്. പിന്നെ എന്താണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നത് പാറിൽ അതായത് ഫേസ് വാല്യൂലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യുന്നു. ഇനി എന്താണ് പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു എൻട്രിയാണ് പാസ് ചെയ്യുന്നത്. ഇനി എന്താണ് പേയ്മെന്റ് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ഇനി എന്താണ് ആ പ്രീമിയം എമൗണ്ട് റിഡംഷൻ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ, അതെങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ് മിനിമം ഫ്രഷ് ഇഷ്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണതെന്ന്, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസർവ്സിൽ നിന്ന് ആ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള റിസർവ്സ് എന്താണെന്ന് നോക്കാം. അതെന്താണ് എത്ര എമൗണ്ട് ആണ് നമുക്ക് റേസ് ചെയ്യേണ്ടത് റിഡംഷന് വേണ്ടി റേസ് ചെയ്യുന്നത്, ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടും നോമിനൽ ബാലൻസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് മൈനസ് മാക്സിമം എമൗണ്ട് ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ് അവൈലബിൾ ഫോർ റിഡംഷൻ. ഇതാണ് എന്താ പറയുക മിനിമം ഫ്രഷ് ഇഷ്യൂ നടത്തേണ്ട മിനിമം നമ്പർ ഓഫ് ഷെയർസ്. പിന്നെ എന്താണ് ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം, അതായത് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടബിൾ ഡിവിസിബിൾ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് റിഡീം ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ എന്താ പറഞ്ഞത് നമുക്ക് ജനറൽ റിസർവ് പ്രോഫിറ്റ് അതുപോലെ അതർ ഡിവിസിബിൾ പ്രോഫിറ്റ് ഇതൊക്കെ എന്താണ് നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. അത് മാറ്റുന്ന എമൗണ്ട് എത്രയാണ് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്ന ഷെയർസിന്റെ നോമിനൽ വാല്യൂ ഫേസ് വാല്യൂ ആയിരിക്കും നമ്മൾ അതിലേക്ക് മാറ്റാൻ പോകുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ഷെയർസ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രീമിയം അല്ല അറ്റ് പാറാണ്. ഇവിടെ തെറ്റിപ്പോയതാണ്, ഇവിടെ റെഡീംഡ് അറ്റ് പാറാണ്. ഇവിടെ എന്താണ് ഷെയർസ് ആർ റെഡീംഡ് അറ്റ് പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന സമയത്ത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓൺ പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന എൻട്രിയാണ് പാസ് ചെയ്യുന്നത്. പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ എൻട്രി പാസ് ചെയ്യുന്നു.
ഇനി എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം പ്രീമിയം എമൗണ്ട് റിഡംഷൻ നമുക്ക് എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. സോ ഡിവിസിബിൾ പ്രോഫിറ്റ്, അതായത് മോസ്റ്റ്ലി ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ രണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ടു പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട യൂണിറ്റ് 6 പറ്റിയാണ് പറയുന്നത്. യൂണിറ്റ് 6 എന്താ, നമുക്ക് മെത്തേഡ് ഓഫ് റിഡംഷൻ 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലംസമായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ട്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, പിന്നെ എന്താണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, പിന്നെ എന്താണ് ഷെയർസ് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് റിഡംഷൻ നടത്താൻ പറ്റും. നമുക്ക് എന്താണ് കമ്മ്യൂണിക്കാനാണെങ്കിൽ എന്താണ് ഈ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഒരു ഓപ്ഷൻ കൊടുത്തുണ്ട്. അതെന്താണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ അവർക്ക് എന്താണ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർസ് ആയിട്ടും വോളി അല്ലെങ്കിൽ പാർട്ട്ലി എന്താണ് റിഡീം ചെയ്യുന്ന സമയത്ത് ഡിബെഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ. പിന്നെ എന്താണ് നമുക്ക് എന്താണ് ഒരു ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് കീപ്പ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് 10% ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചേഴ്സ് വാല്യൂവിൻ്റെ 10% ഡിബെഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റാൻ വേണം. പിന്നെ ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സിന് ശേഷം, അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് എലാപ്സ് ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റിഡീം ചെയ്യാം. പിന്നെ നോട്ടീസ്, സ്പെസിഫൈഡ് നോട്ടീസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യാം. പിന്നെ ആനുവൽ ഡ്രോയിങ്, എന്താ പറയുക, ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ഓരോ കൊല്ലവും ഇത്ര വെച്ചിട്ട് പേ ചെയ്തിട്ട് റിഡീംഷൻ നടത്താം. പിന്നെ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്, അതിനെ പറ്റിയാണ് പറയുന്നത്. അത് എത്രയാണ്, 10% കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചേഴ്സിൻ്റെ 10% നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. അതിനുള്ള എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അത് 15% മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. സോ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഈ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എന്താ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ് പറയുന്നത്, ഇനി എന്താണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പിന്നെന്താണ് റിഡംഷൻ്റെ സമയത്ത്, ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ നമ്മൾ എന്തൊക്കെ എൻട്രീസ് ആണ് പാസ് ചെയ്യേണ്ടത്. അതായത് എൻകാഷ്മെന്റ്, അതായത് എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ എൻകാഷ്മെന്റ്, അതിന്റെ എൻട്രി എങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് റിഡംഷന്റെ എമൗണ്ട് ഡ്യൂ ആക്കണം. അപ്പം എങ്ങനെയാണ് വരുന്നത്, ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, പിന്നെ പേയ്മെന്റ് നടത്തുമ്പോൾ എന്താണ് നമുക്കറിയാം, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തണം. അപ്പോൾ എന്താണ് ഡിബെഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി പാസ് ചെയ്യുന്നത്. പിന്നെന്താണ് നമ്മൾ അവസാനത്തെ എൻട്രി ആയിട്ട് വരുന്നത്, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യണം, ജനറൽ റിസർവിലേക്ക് റിഡീം ചെയ്ത് കഴിയുമ്പോൾ ജനറൽ റിസർവിലേക്ക് മാറണം. അതെന്താണ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതും കൂടി ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ 11th യൂണിറ്റിന്റെ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത് ഷോർട്ട് നോട്ട്സ് ആണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്താണ്. സോ ഇത് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ കണ്ടാൽ മതി. ഇനി എന്താണ് നമ്മുടെ ഒരു ഫുൾ റിവിഷൻ, അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഫുൾ റിവിഷൻ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും കൂടി കേൾക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഒരു 3 വട്ടം എന്താ പറയുക, ഒരു വട്ടം നമ്മൾ പഠിച്ചു, 2 വട്ടം റിവിഷൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് എന്താ പറയുക, നിങ്ങൾ അക്കോർഡിംഗ്ലി ആക്കുക. ഇതിൽ മിനിമം ഒരു എക്സംഷൻ എങ്കിലും നിങ്ങൾ വാങ്ങാൻ നോക്കുക. ഓക്കെ, ആ രീതിയിൽ പഠിച്ച് എന്താ പറയുക നിങ്ങൾ, കാരണം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് CA സബ്ജക്റ്റിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സ്കോറിങ് പേപ്പറാണ്. ഒരിക്കലും എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ എന്താ പറയുക ഒരിക്കലും തോക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം എന്താണ്, CAന്റെ ബേസ് ചാർട്ടേഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, സോ കീപ്പ് ഓൺ സ്റ്റഡിങ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എക്സാംസ് ഒക്കെ അടുക്കുകയാണെന്ന് അറിയാം, ടെൻഷൻ ഉണ്ടാവുമെന്ന് അറിയാം, പക്ഷെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ സുഖമായിട്ട് പാസ്സാവും, നോ വറീസ്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഓൾറെഡി മർസൂഖ് സാർ തന്നിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതോടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. സോ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ എന്താണ് നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള 10th ചാപ്റ്ററും കൂടി നമുക്ക് തുടങ്ങാം. സോ അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.